ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നീതി നടപ്പാക്കാതെ ആരാധന നടത്തിയാൽ ദൈവം സ്വീകരിക്കുമോ? സെപ്റ്റംബറിൽ ഒരു ദിവ്യകാരൻ ആരാധന നടത്താനായിട്ട് മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തിരിക്കുക. എന്തിനാ? പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് എല്ലാവർക്കും ദുഃഖമായി, വേദനയായി, അതിന് പരിഹാരമായിട്ട് 33 വൈദികർ 18 മണിക്കൂർ ആഭിചാര കുർബാന അർപ്പിച്ചു. അതിന് പരിഹാരമായിട്ട് 1 മണിക്കൂർ ആരാധന. ഉദയംപേരൂർ പള്ളിയിൽ കുർബാന ചൊല്ലാൻ അനുവദിക്കാതെ പള്ളി പൂട്ടിച്ചു. അതിന് 1 മണിക്കൂർ ആരാധന. തോട്ടുപുറം അച്ഛനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആക്രമിച്ചു, ചവിട്ടിക്കൂട്ടി. അതിന് പരിഹാരമായിട്ട് 1 മണിക്കൂർ ആരാധന. മൂത്രപ്പുരയുടെ മുമ്പിൽ ഒരു കുർബാന അർപ്പിച്ചു, യാതൊരു ഒരുക്കമില്ലാതെ. അതിന് പരിഹാരമായിട്ട് 1 മണിക്കൂർ ആരാധന. പിന്നെ ഇപ്പൊ ഉച്ചയുറക്ക കുർബാന എന്ന പറഞ്ഞ പരിപാടി നടപ്പാക്കിയിട്ടുണ്ട്. 3 മണിക്കോ 3:30 എഴുന്നേറ്റ് വരുമ്പോൾ കുളിക്കാതെ, പല്ല് തേക്കാതെ, ഒരു കടത്ത് കഴിക്കുന്ന പോലെ കുർബാന ചൊല്ലുക. അങ്ങനെ കർത്താവിനെ അവഹേളിക്കുക. ആ കുർബാനയ്ക്ക് അത് നിർത്തലാക്കുന്നതിന് പകരം അതിന് പരിഹാരമായിട്ട് ഒരു ആരാധന. ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ആരാധന ദൈവം സ്വീകരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ പ്രീതികരമാകും, പ്രസാദകരമാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? യെശയ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്കുകൾ. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. കർത്താവ് പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. ഞാൻ അങ്ങനെ പൊത്തിപ്പിടിക്കും. നിങ്ങളെ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല. ദൈവം പറയാ, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവം പറയാ, എന്റെ കണ്ണ് ഞാൻ മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല. കാരണം എന്താ? നിങ്ങളുടെ കരം രക്തപങ്കിലമാണ്. നിങ്ങളുടെ കരം രക്തപങ്കിലമാണ്. ബ്ലേഡ് കൊണ്ടുവന്ന്, കത്തി കൊണ്ടുവന്ന് ഈ കുർബാന സ്വീകരിക്കാൻ വന്ന സ്ത്രീകളെ ആക്രമിച്ച ആ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ കരം രക്തപങ്കിലമാണ്. അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തിരുന്ന മുന്നേറ്റക്കാരില്ലേ, അവരുടെ കരം രക്തപങ്കിലമാണ്. അരമനയുടെ ഗേറ്റ് തല്ലിപ്പൊളിച്ച അവരില്ലേ, അവരുടെ കരം രക്തപങ്കിലമാണ്. ഈ അരമന ആക്രമിച്ച വൈദികരില്ലേ, അവരുടെ കരം രക്തപങ്കിലമാണ്. ആഭിചാര കുർബാന അർപ്പിച്ച വൈദികരില്ലേ, അവരുടെ കരം രക്തപങ്കിലമാണ്. തോട്ടുപുറം അച്ഛൻ ആക്രമിച്ചവരില്ലേ, അവരുടെ കരം രക്തപങ്കിലമാണ്. ഇവർക്കെതിരെ നടപടിയെടുക്കാത്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. അവർക്കെതിരെ നടപടിയെടുക്കാത്ത വികാരി മെത്രാപ്പോലിത്തയുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. മെത്രാമാരെ ആരെങ്കിലും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കരം രക്തപങ്കിലമാണ്. ഇനി ഇവർക്കെല്ലാം സപ്പോർട്ടായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരം രക്തപങ്കിലമാണ്. അതിനാൽ രക്തം പുരണ്ട കൈകളെങ്കിലും പൊക്കിപ്പിടിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ലെന്നാണ് കർത്താവ് പറയണേ. നിങ്ങളെ കഴുകി വൃത്തിയാക്കുവിൻ. എങ്ങനെയാ? നിങ്ങളുടെ കർമ്മങ്ങളുടെ ദോഷം എന്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കളയുവിൻ. എങ്ങനെയാ നിങ്ങളുടെ കൈകൾ വൃത്തിയാക്കുക? നിങ്ങളുടെ കർമ്മങ്ങളുടെ ദോഷം എന്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കളയാം. ഇപ്പൊ ഈ ഉണ്ടായ ഈ കുർബാന അവഹേളിച്ചുവെന്ന് സിനഡിൽ അംഗീകരിച്ചല്ലോ. ആ സർക്കുലർ എഴുതും ചെയ്തല്ലോ. അപ്പൊ നിങ്ങൾ തെറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. ആ കർമ്മങ്ങളുടെ ദോഷം എന്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കള. അവരെ ശിക്ഷിക്കുക. ആദ്യം ശിക്ഷിക്കുന്നത് തിരിച്ചെടുക്കാനാ. ഇപ്പൊ ഒരു സഭയ്ക്ക് പുറത്താണ്. ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ ആണ്. സഭയ്ക്ക് പുറത്താണ് അവര് സാത്താനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞു, അത് സാത്താനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ തിരിച്ചെടുക്കണമെങ്കിൽ ശിക്ഷിക്കണം. സഭയ്ക്ക് പുറത്തു പോയിട്ടുള്ള ആളുകളാണ് ഈ കൂദാശ വിലക്കുള്ളവരും മണവാളനും പിന്നെ ഈ ആഭിചാര കുർബാന അർച്ചവരൊക്കെ സഭയ്ക്ക് പുറത്താണ്. ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു ശിക്ഷാ നടപടിയുടെ പ്രോസസ് ഉണ്ട്. അങ്ങനെയാണ് ഈ കർമ്മങ്ങളുടെ ദോഷം നീക്കിക്കളയാൻ പറ്റുക. അല്ലാതെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ, ആരാധന നടത്തിയാൽ അത് ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവം കണ്ണ് മറച്ചു കളയും. നന്മ ചെയ്യാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദകനെ തിരുത്തി നേർവഴിക്കാക്കുവിൻ. മർദ്ദകനെ, അൽമായ മുന്നേറ്റക്കാരെ, വിമത വൈദികരെ തിരുത്തി നേർവഴിക്കാക്കുവിൻ. ഇതെന്റെ വചനമല്ല, യെശയ്യാ പ്രവാചകന്റെ വചനമാണ്. അനാഥന് ന്യായം നടത്തി കൊടുക്കുവിൻ. സഭാമക്കൾ എന്ന് പറയുന്ന മനുഷ്യർക്ക് അനാഥരാണിപ്പോ. അവർക്ക് വികാരിച്ചുമാരില്ല, മെത്രാമാരില്ല, അനാഥരാണ്. അവർക്ക് നീതിയും ന്യായവും നടത്തി കൊടുക്ക്. വിധവയ്ക്ക് വേണ്ടി വ്യവഹാരം ചെയ്യുവിൻ. മണവാളന് വേണ്ടിയല്ല, വിധവയ്ക്ക് വേണ്ടി. അതായത് ഏറ്റവും ദുർബലരായവർക്ക് വേണ്ടി, ഏറ്റവും കയ്യൂക്കുള്ള മുന്നേറ്റക്കാർക്കും വിമതർക്കുമല്ല, വിധവകൾക്ക് വേണ്ടി, ഏറ്റവും ദുർബലർക്ക് വേണ്ടി വ്യവഹാരം ചെയ്യുവിൻ. മണവാളന് വേണ്ടി വ്യവഹാരം ചെയ്തിട്ട് കാര്യമില്ല. കൂദാശ വിലക്കുള്ളവർക്ക് വേണ്ടി വ്യവഹാരം ചെയ്തിട്ട് കാര്യമില്ല.
ദൈവം പറയാ, വരൂ നമുക്ക് ന്യായവാദം നടത്താം, നമുക്ക് തർക്കിക്കാം. നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായമുണ്ടോ? നമുക്ക് തർക്കിക്കാം, നമുക്ക് നോക്കാം. യാഹ്വേ അരുളിച്ചെയ്തു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കും ഞാൻ. രക്താംബരിൽ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീർക്കും. മനസ്സ് വെച്ച് കേട്ടനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരെങ്കിൽ ദേശത്ത് ഐശ്വര്യം നിങ്ങൾ അനുഭവിക്കും. മനസ്സ് വെച്ച് കേട്ടനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരെങ്കിൽ. മറുത്ത് മത്സരിക്കുന്നെങ്കിലോ നിങ്ങൾ വാളിൻ നിരയാകും. യാഹ്വയുടെ തിരുവായി അരുളി ചെയ്തിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കും. മറുത്ത് മത്സരിക്കുന്നെങ്കിലോ നിങ്ങൾ വാളിൻ നിരയാകും. യാഹ്വയുടെ തിരുവായി അരുളി ചെയ്തിരിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവേ, വികാരി മെത്രാപ്പോലീത്ത പാമ്പ്ളാനി പിതാവേ, മറ്റ് പെർമനന്റ് സെനറ്റ് അംഗങ്ങളെ, മറ്റ് മെത്രാന്മാരെ, നിങ്ങളുടെ ഈ അതായത് ഈ കുർബാന അവഹേളിച്ചു എന്ന് എഴുതാൻ മനസ്സ് കാണിച്ചതിന് നന്ദി പറയുന്നു. അത് പരസ്യമായി അംഗീകരിച്ചതിന് നന്ദി പറയുന്നു. പക്ഷെ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യം കാര്യം, ആരാധനയ്ക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യം നീതി പുനഃസ്ഥാപിക്കുകയാണ്. നീതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഈ ആഭിചാര കുർബാനയും മറ്റു ചെയ്ത വൈദികർ ഞാൻ സൂചിപ്പിച്ചു, അവരെല്ലാം ഓട്ടോമാറ്റിക്കായി സഭയ്ക്ക് പുറത്താണ്. നിങ്ങൾക്കറിയാം, കാനുള്ള അതാണ്, സഭാ നിയമം അതാണ്. അവർ ഓട്ടോമാറ്റിക്കായി സഭയ്ക്ക് പുറത്താണ്. അവരെന്നേക്കുമായി പുറത്തു നിർത്താൻ പാടില്ലല്ലോ. അവരെന്നേക്കുമായി സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അവർ തിരിച്ചെടുക്കണ്ടേ? സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് സഭയിൽ നിന്നും സഭയുടെ ലിറ്ററേച്ചറിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളെയാണ്. സഭയുടെ ലിറ്ററേച്ചറിൽ നിന്ന് പുറത്തു പോയാൽ അവർ സാത്താന് ഏൽപ്പിക്കപ്പെട്ടതിന് തുല്യമാണ്. 1 തിമോത്തി 1-ാമത്തെ അധ്യായത്തിലേത് അതിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞു, 2 വീഡിയോയിൽ പറഞ്ഞു. അത് നിങ്ങൾ കേൾക്കാൻ സമയം കിട്ടുന്ന കേൾക്കുക. അങ്ങനെ സഭയ്ക്ക് പുറത്തു പോയിട്ടുള്ള ആളുകള്, അതായത് ഓട്ടോമാറ്റിക്കായി സഭയ്ക്ക് പുറത്തു പോയ വൈദികരാണ് ആ ആഭിചാര കുർബാന അർപ്പിച്ച 33 പേര്. അതുപോലെ ഈ കുർബാന അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന വൈദികര്, അവരെ തിരിച്ചെടുത്താലേ നീതിയാകൂ. തിരിച്ചെടുക്കണമെങ്കിൽ ഒരു ശിക്ഷണ നടപടിയുടെ ക്രമമുണ്ട്. അത് എന്നേക്കുമായി സഭയിൽ നിന്ന് പുറത്താക്കാനല്ല. പക്ഷേ ആ ശിക്ഷണ നടപടി എടുത്താലേ കർത്താവിന്റെ ചില അവഹേളനത്തിന് പരിഹാരമാകൂ. എന്നിട്ട് വേണം ഈ ആരാധന നടത്താൻ. അപ്പോൾ ദൈവജനം മുഴുവൻ പങ്കെടുക്കും. ഇപ്പൊ ഈ ആരാധനയ്ക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു സംശയമുണ്ട്. ഈ ആരാധന ശരിയാകോ? ഒരു സഭയുടെ തലവൻ ആരാധന പങ്കെടുക്കാൻ പറഞ്ഞിട്ട് ആരാധന പങ്കെടുക്കും, ആളുകൾ വരുമായിരിക്കും. പക്ഷെ ഒരു ശങ്കയോടെ വരണേ, ഇത് നീതിയാണോ? അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രശ്നം കൂടിയുണ്ട്. കൂദാശ വിലക്കുള്ള കുറെ പേരുണ്ട്. അവരെ ആരാധന നടത്തിയാൽ അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? അവർ കുർബാന ചൊല്ലിട്ടാണ് പിന്നെ തിരുവസ്തു ഉണ്ടാകുന്നത്. അപ്പോ ഈ അവരർപ്പിക്കുന്ന കൂദാശ ശരിയാകുമോ? പിന്നെ ഈ ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരുണ്ട്. അവര് ഇടയ്ക്ക് ജനാഭിയോഗവും ഇടയ്ക്ക് ഏകീകൃത കുർബാന ചൊല്ലി ഒരിക്കൽ ഇല്ലിസിറ്റും ഒരിക്കൽ ഇല്ലിസിറ്റ് അല്ലാത്തതും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നത്, അതൊക്കെ ഒരു മാന്യം മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ളവരുടെ കുർബാനയിൽ എങ്ങനെ പങ്കെടുക്കും, ആരാധന എങ്ങനെ പങ്കെടുക്കുമെന്ന് മനുഷ്യർക്കൊരു ആശങ്കയുണ്ട്. ഈ ആശങ്കകൾ പരിഹരിക്കാതെ ദിവ്യീകരണ ആരാധന നടത്തിയാൽ നിങ്ങൾക്കത് അനുഗ്രഹമായിട്ട് വരുമോ? അതോ ഈ പറഞ്ഞതുപോലെ ദൈവത്തോട് മറുത്ത് മത്സരിച്ച് വാളിനിരയാകുന്ന തരത്തിൽ ശാപമായി വരുമോ? നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കൂ. ഈ ദിവ്യീകരണ സന്നിധിയിൽ തന്നെ ചെന്നിരുന്ന് ചിന്തിക്കൂ. ഞങ്ങൾ സഭയുടെ നേതൃത്വം ഉള്ളവർ ചെയ്യുന്നത് ശരിയാണോ? ഈ സഭ പിളരും, ഈ സഭയിൽ ഭിന്നതയുണ്ടാകും, വിഭാഗതയുണ്ടാകുമെന്ന നുണ പ്രചരിപ്പിച്ചിട്ട് ഈ സഭാവിരുദ്ധരെയും പാപ്പാവിരുദ്ധരെയും ശീഷ്മയിലായിരിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നതാണോ ദൈവഹിതം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദൈവത്തിന് കാതോർത്താൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വില്ലാളി വീരനായ മാണിപ്പറമ്പൻ വീണുപോയല്ലോ. ഈ വീഡിയോയിൽ ഒരല്പം ആത്മപ്രശംസയുണ്ട്. പക്ഷെ അത് ശരിയായ സെൻസിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇത് ആത്മപ്രശംസയല്ല. ഇപ്പോൾ തോറ്റുപോയെന്ന് വിചാരിക്കുന്ന സഭാവിശ്വാസികൾക്ക് ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. എന്നെക്കുറിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾ അത് കേൾക്കാതെ പോകരുത്. ഇതിനകത്ത് സത്യമുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട്, ഒരു വക്കീലാണ്, മാർത്തോമ സഭയിൽപ്പെട്ട ഒരു വക്കീൽ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഈ സീറോ മലബാർ സഭയിൽ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം വിളിക്കും.
ഇന്നലെയും അദ്ദേഹത്തിന്റെ സഭയിൽപ്പെട്ട സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ലിറ്റർജിയെക്കുറിച്ച്, സഭാ കാര്യങ്ങളെക്കുറിച്ച്, മറ്റ് സഭകളെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരു വക്കീലാണ് അദ്ദേഹം. സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും, മാർത്തോമ സഭയിലെ പാരമ്പര്യങ്ങളെക്കുറിച്ചും, യാക്കോബായ, KP യോഹന്നാന്റെയോ ഓർത്തഡോക്സ് സഭയുടെയോ എല്ലാ സഭകളെക്കുറിച്ചും നല്ല അറിവുള്ള ഒരു വക്കീലാണ്. അപ്പൊ അദ്ദേഹം മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു, എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ വീണ്ടും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പോ അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിലുണ്ടായി അദ്ദേഹം പറഞ്ഞൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആ അനുഭവം ഞാനുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടതാണ്. എന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ഒരാളാണ് മാർത്തോമ സഭയിൽപ്പെട്ട ഈ വക്കീല്. അപ്പോ എന്റെ വീഡിയോസ് ആണെങ്കിൽ പലതും ഇച്ചിരി ദീർഘമാണ് താനും. അങ്ങനെ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. എന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ ഒരാൾ ഡോക്ടറാണ്. അപ്പൊ ഈ ഡോക്ടറെ ഇടയ്ക്ക് കളിയാക്കും, അപ്പനെ കളിയാക്കും, വക്കീലിനെ കളിയാക്കും. ഈ മാണിപ്പറമ്പലച്ചൻ ഇങ്ങനെ തോറ്റു തുന്നും പാടി നിൽക്കുകയാണല്ലോ, തോറ്റു തൊപ്പിയിട്ട് നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഡോക്ടർ മകൻ ഇടയ്ക്ക് ഈ അപ്പനെ വക്കീലിനെ കളിയാക്കും. അങ്ങനെ ഇന്നലെ കളിയാക്കിയ സമയത്ത് ഈ അപ്പൻ ചോദിച്ചു, നിനക്ക് പോകാൻ ധൃതിയുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് പോകാൻ ധൃതിയുണ്ടോ? അപ്പോ മോൻ പറഞ്ഞു, അത് വേണേ ഇച്ചിരി മാറ്റി വെക്കാം, എനിക്കൊരു അരമണിക്കൂർ. എങ്കിൽ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. അതായത് ഈ മാണിപ്പറമ്പച്ചൻ തോറ്റു തൊപ്പിട്ട് നിൽക്കുകയാണല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വക്കീല് മകനോട് പറഞ്ഞതാണ്, നിനക്ക് പോകാൻ ധൃതിയില്ലെങ്കിൽ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. അപ്പം മകൻ ഫോൺ എടുത്തിട്ട് എവിടേക്കോ, ആശുപത്രിക്കാണോ ഓഫീസാണോ എവിടേക്കാണ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു അരമണിക്കൂർ വൈകിയേ വരൂ. എന്നിട്ട് അദ്ദേഹം ഈ വക്കീല് അപ്പന്റെ അടുത്ത് വന്നു. അപ്പൊ ഈ മകൻ ഡോക്ടറോട് ചോദിച്ചു, ഈ സഭയും മറ്റ് സംഘടനകളും തമ്മിലുള്ള അന്തരം എന്താണ് നിനക്കറിയോ? സഭയും മറ്റ് സംഘടനകളുണ്ടല്ലോ, സംഘടനകൾ, അത് തമ്മിലുള്ള അന്തരം എന്താണ്? അപ്പൊ ഈ മകനും നല്ല വിവരമുള്ള ആളാണ്. അപ്പൊ മകൻ പറഞ്ഞു, അത് പരിശുദ്ധ കുർബാനയല്ലേ? അപ്പനോട് ചോദിച്ചു. അതെ, പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല. അപ്പം പറഞ്ഞു, പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല. ഈ പരിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളുമാണ് സഭയെ ഒരു ആത്മീയ പ്രസ്ഥാനമാക്കുന്നത്. ഈ പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ, കൂദാശകൾ ഇല്ലെങ്കിൽ, സഭ വെറും ഒരു NGO, ഒരു സാമൂഹ്യ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വെറും ഒരു പ്രസ്ഥാനം, ഒരു സംഘടനയായിട്ട് മാറും. ഒരു ഭൗതിക സംഘടന, അല്ലെങ്കിൽ ഒരു മത ക്ലബ്ബ്. ഒരു കൂദാശകളില്ലെങ്കിൽ, പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ സഭയല്ല. ഒരു മത ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംഘടനയോ മാത്രമായിട്ട് അധപതിക്കും. അപ്പൊ പരിശുദ്ധ കുർബാനയാണ് സഭയെ സഭയാക്കുന്നത്. അത് മകനും ബോധ്യായി. ആ പരിശുദ്ധ കുർബാനയെ ഇത്രമാത്രം പരസ്യമായി അവഹേളിച്ചിട്ട് 33 വൈദികര് 18 മണിക്കൂർ ആഭിചാര കുർബാന ചെയ്തു. ഒരു വൈദികൻ, 82 വയസ്സുള്ള ഒരു വൈദികൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ചവിട്ടിക്കൂട്ടി. ലോകത്തിൽ എവിടെ സംഭവിച്ചാലും അത് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കും തിരുമേനിമാര്. ഇങ്ങനെ അതുപോലെ മറ്റൊരു പള്ളിയില് ഈ സ്ത്രീകൾ മധുബഹയിൽ കയറി ബലിപീഠത്തിന് ചുറ്റും ഇരുന്ന് കാപ്പി കുടിക്കുക, ചായ കുടിക്കുക, ബിസ്ക്കറ്റ് കഴിക്കുക, ബ്ലേഡ് കൊണ്ടുവന്ന് കത്തി കൊണ്ടുവന്ന് ആളുകൾ കീറുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഏത് സഭയിലാകട്ടെ, തിരുമേനിമാരെന്ന് അവർ പറയുന്നത് മെത്രാന്മാര് നടപടി എടുക്കണ്ടേ? നിനക്കെന്ത് തോന്നുന്നു? ഈ ഡോക്ടർ മകൻ പറഞ്ഞതാണ്, ഒരു ഹിന്ദു ഈ വീഡിയോ കണ്ടിട്ട്, തോട്ടുപുറച്ചമനെ ബലിപീഠത്തിൽ കൊണ്ടുപോകുന്ന ഇത് കണ്ടിട്ട് ആ ഹിന്ദു ചോദിച്ചതാണ്, അത് ചെയ്തവനെ, അതായത് തോട്ടുപുറം അച്ഛനെ ഉന്തിത്തള്ളി കഴുത്തിന് പിടിച്ച് കൊണ്ടുപോകുന്ന അവനെ തിരിച്ചടി കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചത് ഒരു ഹിന്ദു. ഒരു ദിവ്യമായ കർമ്മം നടക്കുന്ന സമയത്ത് എത്ര വലിയ തെറ്റ് ചെയ്താലും അദ്ദേഹത്തെ അവിടുന്ന് ചവിട്ടിക്കൂട്ടി കൊണ്ടുപോകുമ്പോൾ അവിടെ അവനെ അടിക്കാൻ, ഈ അച്ഛൻ ആക്രമിച്ചതിനെ അടിക്കാൻ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചത് ഒരു ഹിന്ദു. അവന് കുർബാനയിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഒരു ദിവ്യ കർമ്മം നടക്കുമ്പോൾ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, അതായത് പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ സഭയില്ല, ആ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചിട്ട് തിരുമേനിമാർ ഇതുവരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല, നടപടി എടുത്തിട്ടില്ല. മാണിപ്പറമ്പിൽ എന്താ ചെയ്യുന്നത്? നടപടിയെടുക്കണം. നടപടിയെടുത്താലേ നീതിയാകൂ, നടപടിയെടുത്താലേ ന്യായമാകൂ, നടപടിയെടുത്താലേ സത്യമാകൂ, നടപടിയെടുത്താലേ ദൈവസ്നേഹമാകൂ. ഇതല്ലേ മാണിപ്പറമ്പിലച്ചൻ പറയണേ? അതെ. അപ്പൊ ആരെ ശരിക്കും ജയിച്ചു നിൽക്കണേ? അപ്പൻ മകനോട് ചോദിക്കുക, വക്കീലായ അപ്പൻ
ഡോക്ടറായ മകനോട് ചോദിക്കുകയാണ്, തിരുമേനിമാര് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ. ആ അവഹേളിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്ന് സത്യസന്ധമായി, ധീരമായി, പരസ്യമായി ഈ മെത്രാന്മാരോട് പറയുകയാണ് മാണിപ്പറമ്പിലച്ചൻ. അപ്പൊ നീ പറയൂ, ആരാണ് ശരിക്കും ജയിച്ചു നിൽക്കുന്നത്? തിരുമേനിമാരാണോ മാണിപ്പറമ്പിലച്ചനാണോ? അപ്പന്റെ മുമ്പിൽ തോറ്റുപോയ മകൻ പക്ഷെ ആ തോൽവി സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, അപ്പനാണ് ശരി. അപ്പൻ പറഞ്ഞതാണ് ശരി. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചിട്ട് ആ അവഹേളിച്ചവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത തിരുമേനിമാര് അവര് പാടെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അവരാണ് തോറ്റ് തൊപ്പിയിട്ട് നിൽക്കണേ. തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്നത് മെത്രാന്മാരാണ്, തിരുമേനിമാരാണ്. നടപടിയെടുക്കാത്ത തിരുമേനിമാര്. വിജയിച്ചു നിൽക്കുന്നത് സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന മാണിപ്പറമ്പിലച്ചനാണ്. അതുകൊണ്ട് ഈ മെത്രാൻ സെനഡ് അല്ല ജയിച്ചു നിൽക്കുന്നത്, വിമത വൈദികരല്ല ജയിച്ചു നിൽക്കുന്നത്, മുന്നേറ്റക്കാരല്ല ജയിച്ചു നിൽക്കുന്നത്, മാണിപ്പറമ്പിലച്ചനാണ്. മാണിപ്പറമ്പിലച്ചന്റെ കൂടെയുള്ളവരാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? വക്കീല് ഡോക്ടറോട് ചോദിച്ചു, നിനക്ക് മനസ്സിലായോ? നീ എന്നെ പറയാറുണ്ടല്ലോ, മാണിപ്പറമ്പിലച്ചൻ വീരപുരുഷനാണ്, അച്ഛന്റെ ഒരു ഫാനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ അച്ഛന്റെ ഫാൻ എന്ന് നിനക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ അച്ഛനെ ബഹുമാനിക്കുന്നതെന്നും അച്ഛന്റെ വീഡിയോ കാണുന്നതെന്നും നിനക്ക് മനസ്സിലായോ? അതിന്റെ കൂട്ടത്തിൽ ഈ അപ്പൻ ഒരു കാര്യം കൂടി പറഞ്ഞു. സീറോ മലബാർ സഭയില് ബഹുഭൂരിപക്ഷത്തിനും ലിറ്റർജി അറിയില്ലായിരുന്നു, സഭാചരിത്രം അറിയില്ല, ഇപ്പോഴും അറിയില്ല. കുറച്ചെങ്കിലും അറിയാൻ തുടങ്ങിയത് ഈ മാണിപ്പറമ്പിലച്ചന്റെ വീഡിയോ അവർ കണ്ടപ്പോഴാണ്. 50 കൊല്ലം കൊണ്ട് എറണാകുളത്ത് ഇത് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാണിപ്പറമ്പിലച്ചൻ ചെയ്തത്. അത് ചെറിയ കാര്യമാണോ? ജനങ്ങൾ ബോധവാന്മാരായില്ലേ? ചരിത്രത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ലിറ്റർജിയെക്കുറിച്ചും ജനങ്ങൾ ബോധവാന്മാരായില്ലേ? അത് ചെറിയ കാര്യമല്ല. ഇത് ഈ മെത്രാന്മാരെല്ലാവരും കൂടി ചെയ്താലും ചെയ്യുന്നതിനേക്കാളും വളരെ അപ്പുറത്താണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഈ വക്കീല് തന്നെ എന്നോട് ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണേ. ഇത് ഞാനെടുത്ത കഥാപാത്രമായതുകൊണ്ടാണ് ഇതൊരു ആത്മപ്രശംസയുടെ ഭാഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ആത്മപ്രശംസയാണോ? അല്ലല്ലോ. ഇതെന്റെ മാത്രം വിജയമാണോ? അല്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും വിജയമല്ലേ? അതായത് സഭയുടെ കൂടെ നിൽക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, പരിശുദ്ധ കുർബാനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വിജയമല്ലേ ഇത്? അപ്പോൾ നമ്മളല്ല വീണു പോയിരിക്കുന്നവര് പരിശുദ്ധ കുർബാനയ്ക്കെതിരെ തെറ്റ് ചെയ്തവരും, തെറ്റ് ചെയ്തിട്ടും അവരെ ശിക്ഷിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കാൻ നടക്കുന്ന തിരുമേനിമാരുമാണ് തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്നത്, നമ്മളല്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേ വന്നു മുന്നേറ്റക്കാരുടെ പിന്നാക്ക സർക്കുലർ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് മുന്നേറ്റക്കാർ. ആത്യന്തിക വിശകലനത്തിൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പതിവ് തെറ്റിച്ചില്ല. സഭയുടെ സിനഡാനന്തര സർക്കുലർ ഇറങ്ങി, പിന്നാലെ മുന്നേറ്റക്കാരുടെ പിന്നാക്ക സർക്കുലറും. ഏത് സർക്കുലറാണ് നിലനിൽക്കുക? മുന്നേറ്റക്കാരുടെയോ സഭയുടെയോ? ഇതുവരെയുള്ള രീതി അനുസരിച്ച് മുന്നേറ്റക്കാരുടെ സർക്കുലറിനാണ് മുൻതൂക്കം. സഭയുടെ സർക്കുലറിന് വിലയുണ്ടാകാറില്ല. മാത്രമല്ല, മുന്നേറ്റക്കാരുടെ സർക്കുലറാണ് എറണാകുളത്തിന്റെ ചുമതലയുള്ള മെത്രാപ്പോലിത്തമാരും അനുസരിക്കാറുള്ളത്, വൈദികരും അനുസരിക്കാറുള്ളത്. അതാണ് പതിവ്. സമവായ മാർഗരേഖയുടെ കാര്യത്തിൽ പോലും അങ്ങനെയായിരുന്നു. രാവിലും വൈകിട്ടൊക്കെ ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് 3:30 ഒരു ഉച്ചയുറക്ക കുർബാന ചൊല്ലിയാൽ മതി എന്ന് മുന്നേറ്റക്കാരൻ പറഞ്ഞു. അതാണ് വൈദികര് കേട്ടത്. മെത്രാന്മാര് പറഞ്ഞത് കേട്ടോ? ഇല്ലല്ലോ. അപ്പോൾ മെത്രാന്മാരുടെ സർക്കുലറിന് വില ആരും കൽപ്പിച്ചിട്ടില്ല. മുന്നേറ്റക്കാർ ഒട്ടും വില കൽപ്പിച്ചിട്ടില്ല. മെത്രാന്മാരുടെ വില തന്നെ പോയി കിടക്കുകയാണ്. പിന്നെയാണോ സർക്കുലറിന് വില? അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പൊ സീറോ മലബാർ സഭ. ഏതായാലും ഈ മുന്നേറ്റക്കാരുടെ പിന്നാക്ക സർക്കുലർ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് കാരണം ഞാൻ ഏറ്റവും അവസാനം പറയാം. ഓരോന്നും അവരെഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും പരിശോധിച്ചിട്ട്
എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്താണ് ഇവരുടെ ഈ കുറിപ്പിന്റെ ലക്ഷ്യം എന്ത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ സമാപനത്തിൽ പറയാം. മുന്നേറ്റക്കാരനും കൂട്ടാളികളും പറയുന്ന വാക്ക്, ഈ സിനഡാനന്തര സർക്കുലർ ഞങ്ങൾ അൽമായ മുന്നേറ്റക്കാർ അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാനാവില്ല. അതാണ് അവരുടെ തലക്കെട്ട്. ഈ സിനഡാനന്തര മെത്രാന്മാരുടെ സിനഡാനന്തര സർക്കുലർ ഞങ്ങൾ അൽമായ മുന്നേറ്റക്കാർ അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാനാവില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന ഇറങ്ങുമ്പോൾ, ഈ അൽമായ മുന്നേറ്റക്കാർ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ മെത്രാന്മാരുടെ ഒരു പ്രതികരണം? ഈ മുന്നേറ്റക്കാരുമായിട്ടൊക്കെയാണല്ലോ ചർച്ചയ്ക്ക് പോയത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുമ്പോൾ ഈ മെത്രാൻ സിനഡോ അതിന് സെക്രട്ടറിയോ അതിന് ചാൻസലറോ അല്ലെങ്കിൽ PROയോ ഒരു മറുപടി കൊടുക്കണ്ടേ? ആരാണ് ഈ അൽമായ മുന്നേറ്റക്കാര്? ഈ സിനഡാനന്തര സർക്കിൾ ഞങ്ങൾ അംഗീകരിക്കില്ല, അംഗീകരിക്കാനാവില്ല എന്ന് ഇതുപോലെ പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ ഒരൽപ്പം ആത്മബോധമുള്ള, ആത്മാഭിമാനമുള്ള ആരെങ്കിലും സഭാ നേതൃത്വത്തിലുണ്ടെങ്കിൽ, ഔദ്യോഗിക പദവികൾ ഉള്ളവരുണ്ടെങ്കിൽ ഒരു പ്രതികരണം കൊടുക്കേണ്ടതില്ലേ? അത് കൊടുക്കുമോ എന്ന് കണ്ടറിയാം. എന്താണ് ഈ മുന്നേറ്റക്കാരുടെയും കൂട്ടാളികളുടെയും വാദം? എറണാകുളം അതിരൂപതയിലെ വൈദികരും വിശ്വാസികളുടെ പ്രതിനിധികളും സീറോ മലബാർ സഭാസനയുടെ നിർദ്ദേശ മെത്രാനുമായും മേജർ ആർച്ച് ബിഷപ്പുമായും കഴിഞ്ഞ കുറെ മാസങ്ങളായി നടത്തിയ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സമവായം കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷമാണ് നടപ്പിൽ വരുത്തിയത്. ഇതാണ് ഇതിലത്തെ ഈ മുന്നേറ്റക്കാരുടെ ഈ പിന്നാക്ക സർക്കുലറിലെ ഒരു ആദ്യത്തെ വചനം. അതിൽ ചില കാര്യങ്ങൾ ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എറണാകുളം അതിരൂപതയിലെ വൈദികരും ഇല്ല, എല്ലാ വൈദികരും ഇല്ല, പാപ്പാ വിരുദ്ധരും സഭാവിരുദ്ധരും ശീഷ്മയിലായ വിമത വൈദികര്. പിന്നെ വിശ്വാസികളുടെ പ്രതിനിധികളില്ല, അൽമായ മുന്നേറ്റക്കാരുടെ പ്രതിനിധികൾ. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 94% വിശ്വാസികളുടെ പ്രതിനിധികളില്ല, 6% വരുന്ന ഗുണ്ടകളുടെ പ്രതിനിധികൾ. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചു വായിക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇനി ഈ പ്രസ്താവനയുടെ അവസാന ഭാഗം, അതിന് ഉത്തരം പറയേണ്ടത് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും മെത്രാൻ സിനഡുമാണ്. എന്താണത്? ഈ സമവായം കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷമാണ് നടപ്പിൽ വരുത്തിയത്. ഈ സമവായം, ഇപ്പൊ ഈ സമവായം മാർഗരേഖയുണ്ടല്ലോ, ഉച്ചയിറക്ക കുർബാന, അത് കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷം, മാർപ്പാപ്പ തൊട്ട് കീഴ്പോട്ടുള്ള സകലരുടെയും അംഗീകാരം കിട്ടിയ ശേഷമാണ് ചെയ്തതെന്ന് പറയുന്നു ഈ മുന്നേറ്റക്കാര്. എനിക്ക് വിശ്വാസമില്ല. ഇനി അതുണ്ടോ ഇല്ല എന്നുള്ള കാര്യം മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും മെത്രാൻ സിനഡും വ്യക്തമാക്കട്ടെ. ഞങ്ങൾ സിറിൽ വാസിൽ പിതാവിനോടും പൗരത്യ തിരുസംഘത്തോടും ചർച്ച ചെയ്തു എന്നൊക്കെ ആ സമവായ മാർഗരേഖയിൽ എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം മാർപ്പാപ്പയും പരിചിത സിംഹാസനവും ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പൗരത്യ സഭയ്ക്ക് വേണ്ടിയുള്ള കാര്യാലയമൊക്കെ അംഗീകാരം കൊടുത്തെന്ന അർത്ഥമുണ്ടോ? ചർച്ച ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി, എഴുതി അറിയിച്ചിരിക്കുന്നു. ആരെയാണ് വിച്ഛേദിക്കേണ്ടത്? മെത്രാമാരെയാണോ മുന്നേറ്റക്കാരെയാണോ? ആര് പറഞ്ഞാലും വിച്ഛേദിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട്. കാരണം ഇരു കൂട്ടരുടെയും, മെത്രാന്മാരുടെയും മുന്നേറ്റക്കാരുടെയും വിശ്വാസ്യത തീർത്തും പോയി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമവായം കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷമാണ് എന്ന പ്രസ്താവന എത്രമാത്രം സത്യമുണ്ട് ഇതിനകത്ത് എന്ന കാര്യം മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും മെത്രാൻ സിനഡൊക്കെ വ്യക്തമാക്കട്ടെ. പിന്നെ ഈ പ്രസ്താവനയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം, അത് തീർത്തും തെറ്റായ സംഗതിയാണ്. എന്താണത്? സമവായ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സമവായം കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനത്തിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷമാണ് നടപ്പിൽ വരുത്തിയത്. നടപ്പിൽ വരുത്തിയോ? ഈ സമവായ മാർഗരേഖ അനുസരിച്ച് നടപ്പിൽ വരുത്തിയോ? സമവായ മാർഗരേഖ അനുസരിച്ച് പോലും രാവിലെ 5:30 10:30 ഇടയിലൊരു കുർബാന, അല്ലെ, ഏകീകൃത കുർബാന, അല്ലെങ്കിൽ വൈകിട്ട് 3:30 5:30 ഇടയിലോ 6:30 ഇടയിലോ, അങ്ങനെയല്ലേ? അതിന് പിന്നാലെ ആ സർക്കുലർ സമവായ മാർഗരേഖ ഇറങ്ങിയതിന് പിന്നാലെ മുന്നേറ്റക്കാരൻ പറഞ്ഞു 3:00 3:30 മതി. അത് തിരുത്താനായിട്ട് വികാരി മെത്രാപ്പോലിത്തയോ മേജർ ആർച്ച് ബിഷപ്പോ തയ്യാറായോ? അപ്പൊ ആരെയാണ് അനുസരിക്കേണ്ടത്? ആരെയാണ് അനുസരിക്കുന്നത്? നിങ്ങളെ മെത്രാന്മാരെ, നിങ്ങൾക്ക് വരെ വല്ല ഉളുപ്പുണ്ടോ?
നിങ്ങൾക്ക് എന്താണ് മെത്രാൻ സ്ഥാനം എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഒരുത്തൻ ഇങ്ങനെ തോന്നി പോലെ സഭയിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ അവനും വിളിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയി മുറിയെടുത്ത് ചർച്ച ചെയ്ത് എന്ത് തോന്നിയാസാ കാണിക്കണേ? എന്നിട്ട് നിങ്ങൾ എഴുതിയ സർക്കുലറിന് മുകളിൽ അവനൊരു സർക്കുലർ ഉണ്ടാക്കുക, അത് വൈദികരനുസരിക്കുക. പോയി ചത്തൂടെ നിങ്ങൾക്ക്. ഒരു സഭയുടെ മെത്രാന്മാരാൻ പറഞ്ഞ് നടക്കുക, മേജർ ആർച്ച് ബിഷപ്പാന്നും വികാരി മെത്രാപ്പൊലിത്തനും പറഞ്ഞ് നടക്കുക. നാണമില്ല നിങ്ങൾക്ക്? നിങ്ങൾ എഴുതിയ സർക്കുലറിന് മുകളിൽ വേറൊരുത്തൻ, ഒരു അൽമായൻ, അവന്റെ ഒരു സർക്കുലർ ഇറക്കുക, എന്നിട്ട് അതനുസരിക്കുക. അങ്ങനെ സർക്കുലർ പറ്റില്ലെന്നോ അത് ശരിയല്ലെന്നോ ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് വായിൽ നാവില്ലേ? നിങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതും കുർബാന ഉൾക്കൊള്ളുന്നതും ഈ വായിലൂടെ നാക്കിലൂടെ അല്ലേ? ആ കർത്താവിനോട് ഒരു അല്പം കൂറ്, അല്പം സ്നേഹം കാണിക്കാൻ തോന്നണില്ലേ? നടപ്പിൽ വരുത്തി അത്രേ. എത്ര പള്ളികളിൽ നടപ്പിൽ വരുത്തി? ഈ കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനം അംഗീകാരം വാങ്ങിയ ശേഷമുണ്ടാക്കിയ ഈ സമവായം എത്ര പള്ളികൾ നടപ്പാക്കിയിട്ടുണ്ട്? പകുതിയോളം പള്ളികളിൽ നടപ്പാക്കിയിട്ടുണ്ടോ? കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങൾ അംഗീകാരം കിട്ടിയ സംഗതിക്ക് പകുതിയോളം, എറണാകുളത്തെ പകുതിയോളം പള്ളികളിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ടിങ്ങനെ തള്ളി മറിക്കുകയാണ് ഞങ്ങൾ നടപ്പിൽ വരുത്തിയത്. ഈ മുന്നേറ്റക്കാരും വിമത വൈദികരും പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാരണം എന്നും നുണയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ അവകാശവാദങ്ങൾ മുഴുവൻ നുണയാണ്. ഒരിക്കൽ പോലും അവർ സത്യം പറഞ്ഞിട്ടില്ല. അബദ്ധത്തിൽ പോലും അവർ സത്യം പറഞ്ഞിട്ടില്ല. They don't tell the truth even by mistake. ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും ഒരിക്കൽ പോലും അബദ്ധത്തിൽ പോലും സത്യം പറയാറില്ല. അവർ മാത്രം നുണയെ പറയൂ. കാരണം പിശാചിനെ കുറിച്ച് പറഞ്ഞത് ഇവരെ കുറിച്ചും സത്യമാണ്. കർത്താവ് പറഞ്ഞല്ലേ, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഇത് ഇവരെ കുറിച്ചും വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഈ നടപ്പിലാവാത്ത കാര്യം നടപ്പിലായി എന്ന് പറഞ്ഞ് എഴുതി വിടുന്നത്. ഇനി മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കുലറിൽ നിന്ന് വീണ്ടും, എന്നാൽ ആ സമവായത്തെ അട്ടിമറിച്ച് ധാരണകൾക്ക് വിരുദ്ധമായി സിനഡ് കുർബാന ഏതെങ്കിലും രീതിയിൽ കൂട്ടിച്ചേർക്കാൻ സാധ്യത പ്രഖ്യാപിക്കുന്ന സിനഡാനന്തര സർക്കുലർ അംഗീകരിക്കാനാവില്ലെന്ന് അൽമായ മുന്നേറ്റം അതിരൂപത സമിതി പ്രഖ്യാപിച്ചു. എവിടെയാ പ്രഖ്യാപിച്ചത്? പാർലമെന്റില, നിയമസഭയില, അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനത്തില? അല്ല, ഫേസ്ബുക്ക് പോസ്റ്റില്. പക്ഷെ അത് മതി. ഈ വിമത വൈദികര് അൽമായ മുന്നേറ്റക്കാർ താങ്ങി നടക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ധാരാളം മതി. പാർലമെന്റോ നിയമസഭയോ സിനഡോ ഒന്നും പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. ഈ അൽമായ മുന്നേറ്റക്കാരൻ വെറുതെ ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി. അപ്പൊ ഈ വിമത വൈദികരെ അനുസരിച്ചോളും. അത്രയും തരം താണ അധപതിച്ച് ചെളിക്കുണ്ടിൽ കിടക്കുന്നവരാണ് ഈ വിമത വൈദികര്. മനസ്സിലായ? അത്രയും തരം താണു, അത്രയും അധപതിച്ചു. വൈദികർന്ന് വിളിക്കാൻ പറ്റാത്ത വിധം, വിമത വൈദികർന്ന് പോലും വിളിക്കാൻ പറ്റാത്ത വിധം അത്രയും അധപതിച്ചു. കൂതാശ വിലക്കുള്ളൊരു കൂതാശ അർപ്പിക്കുക, പണം കട്ടെടുക്കുക, സ്വർണം കട്ടെടുക്കുക, കോടതിയെ ധിക്കരിക്കുക, കോടതി പറഞ്ഞാൽ അതിനും വിപരീതം ചെയ്യുക, കോടതി അലക്ഷ്യം ചെയ്യുക, എന്നിട്ടും കുർബാന അർപ്പിച്ചിങ്ങനെ നടക്കുക. എന്താണ് ഈ അൽമായ മുന്നേറ്റക്കാർ ഇങ്ങനെ ചൊടിപ്പിച്ചത്? അത് ചൊടിപ്പിച്ചതാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അവസാനം ഞാൻ പറയാം, എന്റെ ഒരു നിഗമന അവസാനം പറയാം. പക്ഷെ ഈ സർക്കുലർ, സിനഡാനന്തര സർക്കുലർ കണ്ടപ്പോൾ ഇത്രമാത്രം ചൊടിക്കാനിടയിൽ കാരണം എന്താണ്? അതിലൊരു വാചകം ഇങ്ങനെയാണ്: പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ്. പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ്. എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിലെ ഒരു രൂപതയായിട്ട് നിൽക്കുന്നെങ്കിൽ പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത കുർബാന അതോടെ നടപ്പാക്കണമെന്നാണ്. ഏതായാലും ഈ സിനഡില് ഈ ഒരു പല്ലവി ഉണ്ടായിരുന്നു. അതിങ്ങനെ കേട്ട് ആൾക്കാർ മടുത്തിട്ടായിരിക്കണം ആ പല്ലവി മാറ്റി. എന്താണ്? മെത്രാൻ സെനറ്റ് അംഗീകരിച്ചതും പൗരസ്ത്യ തിരുസംഘം അംഗീകാരം നൽകിയതും മെത്രാൻ സെനറ്റ് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത കുർബാന, അങ്ങനെ ഒരു പല്ലവിയാണ് പറഞ്ഞിരുന്നത്. ആ വാചകം ഏതായാലും മാറ്റിയിട്ടുണ്ട്. കാരണം അത് കേട്ട് ആൾക്കാർ മടുത്ത് അതിനെതിരെ ഒരുപാട് പരാതികൾ ചെന്ന് കഴിഞ്ഞപ്പോ അത് മാറ്റിയിട്ടുണ്ട്. അത് നന്നായി. പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ്. അപ്പോൾ നേരത്തെ ഈ മുന്നേറ്റക്കാരൻ പറഞ്ഞത് കറക്റ്റ് അല്ലല്ലോ. എന്താണ്? സഭയുടെ
കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനം അംഗീകാരം വാങ്ങിയെന്ന്. അപ്പൊ അതിനകത്തൊന്നും ചേരുന്നില്ല, രണ്ടും തമ്മിൽ ചേരുന്നില്ല, ഒരു വൈരുദ്ധ്യമുണ്ട്. ഇനി ധാരണകൾക്ക് വിരുദ്ധമായി മെത്രാൻ സംഘം, മെത്രാൻ സിനഡ് എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല, കാരണം അത് അൽമായ സിനഡിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ധാരണകൾക്ക് വിരുദ്ധമായി മെത്രാൻ സംഘം എന്തെങ്കിലും ശ്രമം നടത്തിയാൽ, ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമം നടത്തിയാൽ എറണാകുളം അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ സിനഡ് കുർബാനകളും അവസാനിപ്പിക്കും ഞങ്ങള്. അപ്പോ ഈ സിനഡ് കുർബാന നടപ്പാക്കുന്നതും നടപ്പാക്കാതെ ഇരിക്കുന്നതും അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്നക്കാരാണ്? അൽമായ മുന്നേറ്റക്കാര്. അവിടെ മെത്രാന്മാർക്കോ മെത്രാപോലിത്തന്മാർക്കോ മേജർ ആർച്ച് ബിഷപ്പിനോ വികാരി മെത്രാപോലിത്തയ്ക്കോ വൈദികർക്കോ പോലും ഒരു റോളില്ല. എങ്ങനെയുണ്ട് നമ്മുടെ എറണാകുളത്തെ സ്ഥിതിവിശേഷം? ഗംഭീരായിട്ടില്ലേ? എറണാകുളത്ത് എന്ത് പ്രശ്നം? എറണാകുളത്ത് സമാധാനമായില്ലേ? ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കൂ. റോമിലും വത്തിക്കാനിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലാവരുടെയും പ്രചരിപ്പിക്കൂ. PR ഏജൻസികളെ വെച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കൂ. എന്താണ്? ധാരണകൾക്ക് വിരുദ്ധമായി മെത്രാൻ സംഘം ഏകീകൃത കുർബാന എന്തെങ്കിലും ശ്രമം നടപ്പാക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ എറണാകുളം അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ സിനഡ് കുർബാനകളും അവസാനിപ്പിക്കും. കുറച്ച് പള്ളികളേ ഉള്ളൂ, അത് ഞങ്ങൾ അവസാനിപ്പിക്കും. ആര്? മുന്നേറ്റക്കാര്, അൽമായ മുന്നേറ്റക്കാര്. മേജർ ആർച്ച് ബിഷപ്പിനോ വികാരി മെത്രാപോലിത്തയ്ക്കോ മെത്രാൻമാർക്കോ മെത്രാൻ സിനഡിനോ വൈദികർക്കോ പോലും അവിടെ ഒരു റോളില്ല. ഗംഭീരായിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ ആസ്ഥാന അതിരൂപതയിലെ സ്ഥിതിവിശേഷങ്ങൾ അതിഗംഭീരമായിരിക്കുന്നു. ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ലൊസർബത്ത റൊമാനില് എറണാകുളത്തിനെതിരെ കത്തെഴുതിയത്. മനസ്സിലായ? ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എറണാകുളം പ്രശസ്തമായി എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്, പണ്ടത്തെ 21 22 മറ്റേ കാണാം. ഈ അവസാനിപ്പിക്കും, ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞ വാക്ക് കേട്ടുകഴിഞ്ഞാൽ, ആ പ്രഖ്യാപനം കേട്ടുകഴിഞ്ഞാൽ ഏതാണ്ട് മാർപ്പാപ്പയോ അമേരിക്കൻ പ്രസിഡന്റോ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ പോലെയുണ്ട്. ഒരു സഭാതലവന്റെ പ്രഖ്യാപനം പോലെ ചിലപ്പോൾ തോന്നിക്കാം. മുന്നേറ്റക്കാരന്റെ പ്രഖ്യാപന. ഇത് കേൾക്കുന്ന സഭാതലവന് ഒരു ചേതോവികാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചേതനയ്ക്ക് എന്തോ തകരാറുണ്ട്. ഇത് കേട്ടിട്ട് ഈ സിനഡ് കുർബാനകൾ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം കേട്ടിട്ട് വികാരി മെത്രാപ്പൊലിത്തയ്ക്ക് ഒരു ചേതോവികാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചേതനയ്ക്കും എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം കുറെ അറിഞ്ഞിട്ടാണ് ഈ അൽമായ മുന്നേറ്റക്കാരുടെ പിന്നാക്ക സർക്കുലർ ഇറങ്ങിയെന്ന് വിചാരിക്കേണ്ടി വരും. സാധ്യത അതിനാണ്. ഞാൻ വിചാരിക്കുന്ന സാധ്യത അതാണ്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. ഇതാണ് ഇവരിത് അറിഞ്ഞിട്ടുള്ള ഒരു ഒത്തുകളിയാകാനാണ് സാധ്യത. ഈ സിനഡ് വരെ കുറച്ച് പള്ളി കുർബാന ചൊല്ലുക, അപ്പൊ സിനഡില് മെത്രമാരെ പറ്റിക്കാം, കബളിപ്പിക്കാം. അങ്ങനെ കബളിപ്പിച്ചിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സഭയുടെ പ്രശ്നത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത. മറിച്ചാണെങ്കിൽ അവർ വെളിപ്പെടുത്തട്ടെ. സിനഡിലെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റാത്ത ചില കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, അത് വെളിപ്പെടുത്തട്ടെ. PROയോ മറ്റാരെങ്കിലും വെളിപ്പെടുത്തട്ടെ. ഈ 10-15 ദിവസം ചർച്ച ചെയ്ത് ഒരു 2 പേജിനകത്തുള്ളത് കാര്യങ്ങൾ മാത്രമല്ലല്ലോ, പറയാൻ പറ്റുന്നൊക്കെ അവർ വെളിപ്പെടുത്തട്ടെ. വീണ്ടും അൽമായ മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കുലറിൽ നിന്ന് സിനഡാനന്തര പത്രക്കുറിപ്പിലെ ചില ഭാഗങ്ങൾ സത്യവിരുദ്ധവും തെറ്റിദ്ധാരണജനകവുമാണ്. പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെ സംബന്ധിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തതകൾ നമ്മുടെ ഐക്യബോധത്തെ ദോഷകരമായി ബാധിച്ചിരുന്നു എന്ന വാചകത്തെപ്പറ്റി പറയാതെ വയ്യ. നമ്മുടെ എന്നാൽ ആരുടെ? 2020-ലെയും 2021-ലെയും സിനഡൽ ന്യൂസിൽ സമാനമായ അഭിപ്രായങ്ങൾ ചില മെത്രാന്മാർ രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ തനി ആവർത്തനമാണ് ഈ വാചകം. സിനഡ് ഏകീകൃത കുർബാന നിർബന്ധമാക്കുന്നതിന് മുൻപ് കുർബാനയർപ്പണത്തിലെ വ്യത്യസ്തതകൾ ദോഷകരമായി ബാധിച്ചിരുന്നത് മെത്രാന്മാരുടെ ഐക്യബോധത്തെ മാത്രമാണ്. മെത്രാന്മാരുടെ മാത്രം. അത് വൈദികരുടെയോ വിശ്വാസികളുടെയോ ഐക്യബോധത്തെ ദോഷകരമായി ബാധിച്ചിട്ടില്ല. ഇത് ഈ അൽമായ മുന്നേറ്റക്കാരന്റെ വാചകമാണ് കേട്ടോ. പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെ സംബന്ധിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തതകൾ നമ്മുടെ ഐക്യബോധത്തെ ദോഷകരമായി ബാധിച്ചിരുന്നു എന്ന് മെത്രാന്മാരുടെ സിനഡാനന്തര സർക്കുലറിൽ ഉണ്ടായിരുന്നു. ആ വാചകം ശരിയല്ലെന്നാണ് ഈ മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കുലറിൽ പറയുന്നത്. പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെ സംബന്ധിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തതകൾ നമ്മുടെ ഐക്യബോധത്തെ ദോഷകരമായി ബാധിച്ചിരുന്നു എന്ന് മെത്രാന്മാര്. മുന്നേറ്റക്കാരൻ പറയുന്നു ഇല്ല, ഒരിക്കലുമില്ല. മെത്രാന്മാരുടെ ഐക്യബോധത്തെ ബാധിച്ചിരുന്നു, നമ്മുടെ ഇല്ല. നമ്മുടെ ഐക്യബോധത്തെ ബാധിച്ചിട്ടില്ല. ഈ മുന്നേറ്റക്കാരൻ പറയാ
അതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഉദാഹരണങ്ങൾ. എറണാകുളത്തെ വൈദികർ വടവാതിൽ സെമിനാരിൽ പഠിപ്പിച്ചിരുന്നു. വടവാതിൽ കോട്ടയത്താണല്ലോ. അപ്പോ എറണാകുളത്തെ വൈദികർ കോട്ടയത്ത് പഠിപ്പിച്ചിരുന്നു വടവാതിൽ സെമിനാരിൽ. അപ്പോ ഐക്യത്തെ എല്ലാം ബാധിച്ചിരുന്നോ? എറണാകുളത്തെ വൈദികര് വടവാതിൽ പഠിപ്പിച്ചിരുന്നു കൊണ്ടാണ് വടവാതിൽ സെമിനാരി എന്തിനു വേണ്ടി സ്ഥാപിച്ചുവോ അതിന്റെ ലക്ഷ്യം തെറ്റിപ്പോയത്. എറണാകുളത്തെ വൈദികരും അതുപോലെയുള്ള മനോനിലയുള്ളവരും വടവാതിൽ സെമിനാരിൽ കയറി പറ്റിയപ്പോഴാണ് വടവാതിൽ സെമിനാരി എന്തിനു വേണ്ടി സ്ഥാപിച്ചുവോ അതിന്റെ ലക്ഷ്യം നിറവേറ്റാതെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ സെമിനാരിയുടെ ലക്ഷ്യം നിറവേറ്റാതെ പോയി. തുടക്കത്തിൽ നിറവേറ്റിയിരുന്നു, ഇപ്പൊ ഇല്ല. എന്തേ കാര്യം? ഇങ്ങനെയുള്ള എറണാകുളത്തെ വൈദികര് മാത്രമല്ല, അതുപോലെയുള്ള മനോനിലയുള്ള, അതായത് സുറിയാനി സഭയെ സ്നേഹിക്കാത്തവര്, സുറിയാനി സഭയുടെ തനത് പൈതൃകങ്ങളെ സ്നേഹിക്കാത്തവര്, സുറിയാനി കുർബാനെ സ്നേഹിക്കാത്തവര്, അവര് സെമിനാരിയിൽ പ്രവേശിച്ചതാണ്, സെമിനാരിക്കാരെ പഠിപ്പിച്ചതാണ് നമ്മുടെ സഭയ്ക്കുള്ള ഏറ്റവും വലിയ ദോഷം. എത്ര പേര് ലിറ്റർജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്ന് ചമാച്ചന്മാരെ വടവാതിർക്ക് വരുമ്പോൾ ഒരു സെക്രട്ടറി, പിതാവിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ പഠിപ്പിച്ചിരുന്നത് അവിടെ പഠിപ്പിക്കുന്ന ലിറ്റർജിയൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല. അങ്ങനെ പറഞ്ഞിരുന്നേ. ഇരിങ്ങാലക്കുട രൂപതയിലെ മുമ്പത്തെ മെത്രാന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാള്. അവിടെ പഠിപ്പിക്കുന്ന ലിറ്റർജി ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, പഠനത്തിന് മാത്രം, പരീക്ഷ കഴിഞ്ഞാൽ മറന്നു പൊക്കാണ്. അത് തെറ്റായ പ്രബോധനമാണ് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധം കുറെ ചമ്മാച്ചന്മാർക്കും ഉണ്ടായില്ല, അച്ഛന്മാർക്കും ഉണ്ടായില്ല. അതൊക്കെയാണ് ഇരിങ്ങാലക്കുടയുടെയും പ്രശ്നം, തൃശ്ശൂരിന്റെയും പ്രശ്നം അതൊക്കെ തന്നെയാണ്. ഞാന് മധ്യപ്രദേശിലെ സത്ര സെമിനാരിലെ പ്രൊഫസറായിട്ട് എന്നെ അവർ വിളിച്ചു കഴിഞ്ഞപ്പോ ആ സെമിനാരി സ്ഥാപിച്ച AD മറ്റം പിതാവ്, അന്ന് അദ്ദേഹം എറണാകുളത്തുണ്ട്, എടപ്പള്ളിയില്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് അച്ഛനെ കാണണം. പുള്ളി വളരെ വിനയമുള്ള ഒരു പിതാവ് കൂടിയാണ് AD മറ്റം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ഒന്ന് വന്നോട്ടെ. ഞാൻ പറഞ്ഞു, പിതാവിന്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് വരാം. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ആയി ഞാൻ പിതാവിനെ കാണാൻ ചെന്നു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സത്നയിലെ സെമിനാരി, ആ സെമിനാരി സ്ഥാപിച്ചതിന് ലക്ഷ്യമുണ്ട്. അത് പൗരസ്യ സഭകൾക്ക് വേണ്ടിയുള്ള, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന തുടങ്ങിയുള്ള പൗരസ്യ സഭകൾക്ക് വേണ്ടിയുള്ള പൗരസ്യ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സെമിനാരിയാണ്. അതിനോട്, ആ പൈതൃകത്തോടും പാരമ്പര്യത്തിനും അച്ഛന് കൂറില്ലെങ്കിൽ, അതൊരു സ്നേഹമില്ലെങ്കിൽ അച്ഛൻ അവിടെ സ്റ്റാഫായി ചേരരുത്. ആ സെമിനാറിയുടെ ലക്ഷ്യം തെറ്റിക്കാൻ വേണ്ടിയിട്ട്, ലക്ഷ്യത്തിൽ വ്യതിചലിക്കാൻ വേണ്ടി അച്ഛൻ അവിടെ സ്റ്റാഫായി ചേരരുത്. എത്ര സത്യസന്ധമായിട്ടാണ് മെത്രാനച്ഛൻ എന്നോട് സംസാരിച്ചത്. അതായത് ആ സെമിനാർക്ക് ഒരു ലക്ഷ്യമുണ്ട്, അതിൽ നിന്ന് വ്യതിചലിക്കാനാണ് അച്ഛനെ അവിടെ വെക്കുന്നത് വിചാരിക്കരുത്. ആ ലക്ഷ്യം നിറവേറ്റാനായിട്ട് അച്ഛന്റെ കൺട്രിബ്യൂഷൻസ്, അച്ഛന്റെ സംഭാവനകൾ, അത് ദൈവശാസ്ത്രപരമായിട്ടോ ലിറ്റർജിക്കലായിട്ടോ ബിബ്ലിക്കലായിട്ടോ ഒക്കെ നൽകാം. അല്ലാതെ ആ സെമിനാരിയുടെ ലക്ഷ്യത്തിൽ തന്നെ വ്യതിചലിക്കുന്ന തരത്തിൽ അച്ഛൻ അവിടെ ചേരാൻ പാടില്ല. ഇങ്ങനെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പുമാര് വടവാത സെമിനാരിലും ആലുവ സെമിനാരിലും മറ്റ് സെമിനാരികളിലൊക്കെ വൈദികരെ നിയമിക്കുന്നതിന് മുമ്പ് ആ സെമിനാറിന്റെ ലക്ഷ്യം നിന്ന് വ്യതിചലിക്കുന്നവരെ അവിടെ വെക്കാതിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം നമ്മുടെ സഭയിൽ ഉണ്ടാകുമായിരുന്നോ? ആരെയൊക്കെയോ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പ്രൊഫസർമാരെ നിയമിക്കണേ? ഓരോ രൂപത്തിലും പങ്കിട്ട് കൊടുത്തിട്ട്, അതോ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണോ? നമ്മൾ രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തും, ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുവെന്ന്. നമ്മൾ ഈ പ്രൊഫസർമാരെ നിശ്ചയിക്കുന്നതും മെത്രാന്മാരെ നിശ്ചയിക്കുന്നതും ഏതാണ്ട് അതുപോലെയല്ലേ? അവിടെ എവിടെയാണ് ഈ യോഗ്യതകളുടെ മാനദണ്ഡം? വീണ്ടും മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കുലർ. ചങ്ങനാശ്ശേരിയിലെ വൈദികർ എറണാകുളത്തെ വൈദികർ ചങ്ങനാശ്ശേരിയിലും കുർബാന അർപ്പിച്ചിരുന്നു. എന്താണ് മുന്നേറ്റക്കാരൻ പറഞ്ഞത് മനസ്സിലായോ? ഓരോ സ്ഥലത്തും നിലനിൽക്കുന്ന തോന്നിയാസങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതാണ് ഐക്യം. ഇല്ലേ? ഐക്യമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഓരോ ഇടവകയിലും നിൽക്കുന്ന തോന്നിയാസങ്ങളുണ്ട്, തോന്നിയാസ കുർബാനകൾ, അതങ്ങ് അനുവദിച്ചു കൊടുക്കുക. അപ്പൊ പ്രശ്നം ഉണ്ടാകില്ല, സമാധാനം ഉണ്ടാകും, ഐക്യം ഉണ്ടാകുമെന്നാണ് ഇങ്ങോട്ട് പറയണേ. എന്തൊരു ബുദ്ധിമോശമാണ് ഈ പറയുന്നത്. വടക്കും തെക്കും വ്യത്യാസമില്ലാതെ വിശ്വാസികൾ വിവാഹം നടത്തിയിരുന്നു. അതാണോ സഭയുടെ ഐക്യതയ്ക്കുള്ള മാനദണ്ഡം? തെക്ക് നിന്ന് എറണാകുളത്ത് വന്ന് താമസിച്ച വിശ്വാസികൾ പലരും ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. എറണാകുളത്തെ വരത്തന്മാർ എന്ന് വിളിക്കുന്ന ആളുകളെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും വിശ്വാസികളോ വൈദികരോ വിശുദ്ധ കുർബാന അർപ്പണ രീതിയെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നില്ല. ശുദ്ധ നുണ. എനിക്ക് നേരിട്ടറിയാൻ കുറെ പേര് പരാതിപ്പെട്ടത്. ഇപ്പോഴൊന്നല്ല, വർഷങ്ങൾക്ക് മുമ്പ്
ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നും അനേകം പേര് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ആരെ കൊണ്ട് എഴുതിച്ചിട്ടുമില്ല. പക്ഷെ എഴുതി കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്ന് പോലും അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പിന് കത്തുകൾ പോയിട്ടുണ്ട് കുർബാനയിൽ ഏകീകരണം വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, അങ്ങോട്ട് എഴുതിയ കാര്യം ഞാൻ അറിഞ്ഞത് തന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ഈ വൈദികരോ വിശ്വാസികളോ വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ ഏകീകരണം വരണമെന്ന് പരാതിപ്പെട്ടിരുന്നില്ല എന്ന് അൽമായ മുന്നേറ്റക്കാരൻ എങ്ങനെ പറയാൻ പറ്റും? ശുദ്ധ നുണയാണത്. മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കുലറിൽ നിന്ന് കുർബാനയിലെ വ്യത്യസ്തതയിൽ ഐക്യബോധം നഷ്ടപ്പെട്ടിരുന്നത് ചില ബിഷപ്പുമാർക്ക് മാത്രമായിരുന്നു എന്നത് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. 2001 സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായി 2021 ഏകീകൃത കുർബാന അടിച്ചേൽപ്പിച്ചതോടെ ബിഷപ്പുമാർ തങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഭിന്നതകൾ താഴെത്തട്ടിലെ വിശ്വാസികളിലേക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. അങ്ങനെ വിഭാഗീയത പരത്തിയ അതേ ബിഷപ്പുമാർ ഇപ്പോൾ വട്ടം കൂടിയിരുന്ന് ഐക്യബോധത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്നുവെന്ന് അൽമായ മുന്നേറ്റം പരിഹസിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കേട്ടോ, അല്ലാണ്ട് വേറെ സ്ഥലത്തൊന്നും പരിഹാസമില്ല. ഈ പ്രസ്താവനയും തെറ്റാണ്. 1. 2021 സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായി. അങ്ങനെയല്ല. 1999 ഏകീകൃത കുർബാന നടപ്പാക്കാൻ തീരുമാനിച്ചത്. 1999. അതിനുശേഷം ഒരൊറ്റ സിനഡിലും അത് പുനഃപരിശോധിക്കണമെന്ന് ഒരു മെത്രാനും ആവശ്യപ്പെട്ടിട്ടില്ല. 1999 സിനഡ് തീരുമാനിച്ചത് ഏകീകൃത കുർബാനയ്ക്ക്. 2021 നടപ്പാക്കാൻ പിന്നെയും തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് മറിച്ചൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ ബിഷപ്പുമാർക്കിടയിൽ ഭിന്നതയുള്ളത് കൊണ്ടല്ല, തീർച്ചയായിട്ടും ഭിന്നതയുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ സഭ പൊതുവായി എടുത്ത ആ തീരുമാനത്തെ പുറത്തു വന്നിട്ട് വിയോജനക്കുറിപ്പ് ഞങ്ങൾ എഴുതി എന്ന് പ്രസിദ്ധപ്പെടുത്തിയത് വിഭാഗീയത, എറണാകുളത്ത് നിന്നുള്ള ചില മെത്രാന്മാരാണ് വിഭാഗീയത സൃഷ്ടിക്കാനായിട്ട്. അല്ലാതെ മെത്രാന്മാരുണ്ടാക്കിയ വിഭാഗീയത താഴ്തട്ടിലേക്ക് വന്നതല്ല. എറണാകുളത്തെ മെത്രാന്മാരുണ്ടാക്കിയ വിഭാഗീയതയാണ് ഇപ്പൊ നടക്കുന്നത്. എറണാകുളത്ത് നിന്നുള്ള മെത്രാന്മാരും അവരെ പിന്താങ്ങുന്ന കുറച്ച് സീറോ മലബാർക്കാരാണെങ്കിലും സീറോ മലബാറിന്റെ ആ തനത് പാരമ്പര്യത്തോട് കൂറില്ലാത്ത സ്നേഹമില്ലാത്ത കുറച്ച് മെത്രാന്മാരും ഉണ്ട്. അവരാണ് വിഭാഗീയത ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ മൊത്തത്തിൽ മെത്രാന്മാരെ അടച്ചേക്ഷിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മെത്രാന്മാരെ നിങ്ങളിത് കേൾക്കുന്നില്ലേ? ഈ മുന്നേറ്റക്കാരെ എഴുതി വിടുന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? സമൂഹത്തിൽ ഇത് പ്രചരിക്കുന്നുണ്ട്. നിങ്ങളിത് കേൾക്കണം. ഈ മുന്നേറ്റക്കാരുടെ ഭാഷയിൽ അവർ ബിഷപ്പുമാർന്ന് വിളിക്കണം, മെത്രാന്മാർന്ന് വിളിക്കാൻ അവർക്ക് ഇഷ്ടമല്ലായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കിത് തന്നെ വേണം. അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ തത്രപ്പാടം മുഴുവൻ ചെയ്തത്. ഈ നിങ്ങൾക്കെതിരെ എത്ര പ്രാവശ്യം ഏതെല്ലാം മീഡിയാസിലൂടെ അവർ നിങ്ങൾക്കെതിരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മെത്രാൻ സെനഡിനോട് ഞങ്ങൾ വിധേയപ്പെടില്ല, സെനഡോളികൾ എന്നാണ് സഭയുടെ കൂടെ നിന്നവരെ അവർ കളിയാക്കിക്കൊണ്ടിരുന്നത്. അവരെയല്ലേ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ നടക്കണേ? അപ്പൊ അവർ നിങ്ങൾക്കെതിരെ തിരിയും. അങ്ങനെ സംഭവിക്കേണ്ടതാണ്. അതിനാൽ നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത് ആരെയാണെന്ന് ഒന്നുകൂടി ആലോചിക്കുക. സഭയെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കണോ, അതാ സഭാവിരുദ്ധരെ ചേർത്ത് പിടിക്കണോ? സഭയെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കണോ, പാപ്പാവിരുദ്ധരെ ചേർത്ത് പിടിക്കണോ? സഭയെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കണോ, ശീഷ്മക്കാരെ ചേർത്ത് പിടിക്കണോ? അതോ നിങ്ങളും ശീഷ്മക്കാരോ? നിങ്ങൾ കേൾക്ക്. ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കിടക്കുന്ന കാര്യമാണ്. വീണ്ടും മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കുലറിൽ നിന്ന് സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖയിൽ നമ്പർ 39 ഇങ്ങനെ പറയുന്നു: സഭയുടെ ഐക്യം ഏകത്വമല്ല, മറിച്ച് നിയമാനുസൃത വൈവിധ്യങ്ങളുടെ നൈസർഗിക സംയോജനമാണ്. വളരെ ഗംഭീരമായ വചനമാണ് സിനഡ് ഓൺ സിനഡാലിറ്റിയിലുള്ളത്. പക്ഷേ ഈ വാക്യത്തിലെ പല വാക്കുകളെയും അർത്ഥം മുന്നേറ്റക്കാരനോ കൂടെയുള്ള പങ്കാളികൾക്കോ മനസ്സിലായിട്ടില്ല. ഞാനത് വ്യാഖ്യാനിക്കാം. സഭയുടെ ഐക്യം ഏകത്വമല്ല, മറിച്ച് നിയമാനുസൃത വൈവിധ്യങ്ങളുടെ നൈസർഗിക സംയോജനമാണ്. എന്താണ് സിനഡ് ഓൺ സിനഡാലിറ്റി ഉദ്ദേശിച്ചെന്ന് അറിയാമോ? സഭയുടെ കത്തോലിക്ക സഭ 24 സഭകളുടെ കൂട്ടായ്മയാണ്. പിന്നെ മറ്റ് സഭകളുമായിട്ട്, ഓർത്തഡോക്സ് സഭകളും യാക്കോബ സഭകളുമായിട്ടൊക്കെ ഐക്യത്തിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇനി പല സഭകളും തിരിച്ചു വരും, പുനരൈക്യപ്പെടും. അപ്പൊ സഭയുടെ ഐക്യം എന്ന് പറഞ്ഞത് ഏകത്വമല്ല. അതായത് എല്ലാ സഭകളിലും ഒരേ ലിറ്റർജി അല്ല വേണ്ടത്. ഇതാണ് പറയുന്നത്. ഒരേ ആധ്യാത്മികതയല്ല, ഒരേ ദൈവശാസ്ത്രമല്ല. ഇതാണ് സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിയമാനുസൃത ലിസിറ്റ്, നിയമാനുസൃത ലോഫുൾ വൈവിധ്യങ്ങളുടെ വെറൈറ്റീസ്, നൈസർഗിക ഓർഗാനിക് സംയോജനം, യൂണിറ്റി.
ഈ വാക്കുകളുടെ അർത്ഥമൊന്നും മുന്നേറ്റക്കാർക്ക് അറിയില്ല. നോക്കുക, ഈ വൈവിധ്യങ്ങളുടെ നിയമാനുസൃത സംയോജനം സാധ്യമാക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ബിഷപ്പുമാർ നിയമാനുസൃത വിയോജനത്തിന് കൂട്ടുന്നതാണ് ഐക്യം നഷ്ടപ്പെടുത്തിയത്. ഇതാണ് മുന്നേറ്റക്കാരൻ പറയണേ. എന്താണ് ഈ നിയമാനുസൃതം എന്ന വാക്കിനർത്ഥം? അത് മുന്നേറ്റക്കാർക്ക് അറിയില്ല. കാരണം എന്താ? അവരിപ്പോൾ ചൊല്ലുന്ന കുർബാന നിയമാനുസൃതമല്ല. ഈ വിമത വൈദ്യർ ചൊല്ലുന്ന കുർബാന, ജനാഭിയോഗ കുർബാന നിയമാനുസൃതമല്ല. അവർക്ക് നിയമാനുസൃതം എന്തെന്ന് അറിയില്ല. ഒരു കർമ്മം തിരുക്കർമ്മമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം മിനിമം. ഒന്ന് അതിന്റെ ഉള്ളടക്കം, മറ്റൊന്ന് അതിന്റെ ഫോം. ഉള്ളടക്കം തെറ്റിയാൽ അത് അസാധുവാകും, ഫോം തെറ്റിയാൽ അത് ഇല്ലിസിറ്റ് ആകും. ഇല്ലിസിറ്റ് കുർബാനയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിയോഗ കുർബാന. അത് ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമല്ലാത്തത്, സഭ അംഗീകരിക്കാത്തത് എന്നർത്ഥം. അപ്പൊ നിയമാനുസൃത സംയോജനം എന്നല്ലേ സിനഡാലിറ്റിയിൽ മാർപ്പാപ്പ എഴുതി വെച്ചിരിക്കുന്നത്. ഇവര് നിയമാനുസൃതമായ സംയോജനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിയമാനുസൃതമല്ലാത്ത സംയോജനമാണ് ഇവരാവശ്യപ്പെടുന്നത്. അത് എന്താന്ന് വെച്ചാല് ഇവര് പറഞ്ഞത് ജനാഭിമുഖം എന്ന് പറയുന്ന ലത്തീൻ രീതി പൗരസ്ത്യ രൂപയോട് കൂട്ടിച്ചേർക്കണമെന്നാണ്. അത് നിയമാനുസൃത സംയോജനമാകുമോ? പൗരസ്ത്യ സഭയുടെ രീതിയോട് പാശ്ചാത്യ രീതി കൂട്ടിക്കെട്ടാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും വേണോ? ലത്തീൻ സഭയും പൗരസ്ത്യ സീറോ മലബാർ സഭയും വേണോ? നിയമാനുസൃതമായി സംയോജിപ്പിക്കാൻ പറ്റുന്നതേ സംയോജിപ്പിക്കാൻ പാടുള്ളൂ. ആണ് തമ്മിൽ പെണ്ണ് എങ്ങനെ സംയോജിപ്പിക്കാൻ പറ്റുമോ? പെണ്ണും തമ്മിൽ സംയോജിപ്പിക്കാൻ പറ്റുമോ? അത് നിയമാനുസൃത സംയോജനമാകുമോ? അതുപോലെയാണ് ലത്തീൻ പാരമ്പര്യവും പൗരസ്ത്യ പാരമ്പര്യവും തമ്മിൽ സംയോജിപ്പിച്ചാൽ അത് നിയമാനുസൃതമാകില്ല. അങ്ങനെ വേണമെന്നാണ് ഇവർ പറയുന്നത് മുന്നേറ്റക്കാര്. അവരല്ലെങ്കിലും വൈകൃതങ്ങളുടെ ആളുകളാണല്ലോ. ആണും തമ്മിലോ പെണ്ണും തമ്മിലോ ആയാലും ആ വൈകൃതവും സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ് അവര്. പ്രത്യയശാസ്ത്രക്കാരാണ് അവര്, വിശ്വാസികളല്ല. പരിശുദ്ധ റൂഹായുടെ സിനഡാലിറ്റി പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ റൂഹായെ ശ്രവിക്കണം. പരിശുദ്ധ റൂഹായ്ക്ക് വിരുദ്ധമായിട്ട് ഒരു വിമത ആത്മായ സിനഡ് നടത്തിയവരാണ് ഈ മുന്നേറ്റക്കാര്. അത് സിനഡാണോ? അതെല്ലാം വേച്ചുകെട്ടലുകളാണ്. അത് നിയമാനുസൃതമല്ല, അത് സഭയുടെ ഔദ്യോഗിക രീതി അല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം പോലും ഞങ്ങളുടെ മെത്രാന്മാർക്ക് ഇല്ലാതെ പോയി. അത് ഞങ്ങളുടെ കുഴപ്പം. മുന്നേറ്റക്കാരുടെ ഞാൻ ആ നൈസർഗിക സംയോജനം അതെക്കുറിച്ച് ഞാൻ പറയാൻ ഇച്ചിരി കഴിഞ്ഞിട്ട്. മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കിളിൽ നിന്ന് കയ്യൂക്കും ആധിപത്യവും അധികാരം കൊണ്ട് അത് സാധിച്ചെടുത്താൽ ഐക്യമാവില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കയ്യൂക്ക്, ആധിപത്യം, അധികാരം ഇതൊക്കെയാണ് മുന്നേറ്റക്കാരുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് എറണാകുളത്ത് ഐക്യമുണ്ടാകാത്തത്. കയ്യൂക്ക്, അധികാരം, പണം, ആധിപത്യം ഇതെല്ലാം കാണിക്കുന്നത് മുന്നേറ്റക്കാരാണ്. അതുകൊണ്ടാണ് എറണാകുളത്ത് ഐക്യമില്ലാത്തത്. അത് മെത്രാമാർക്കും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. മെത്രാമാർക്ക് ഇത് ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കിളിൽ നിന്ന് അടിമകൾക്ക് ഒരേ സ്വഭാവമുണ്ട് എന്ന് കരുതി മേലാളന്മാരുടെ ഐക്യപ്പെട്ടവരാണവർ എന്ന് കരുതരുത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട വാചകം. മുന്നേറ്റ വിമത അടിമകൾക്ക് ഒരേ സ്വഭാവമുണ്ട്. അത് സമ്മതിച്ചല്ലോ. മുന്നേറ്റക്കാരും വിമതരുമായ അടിമകൾക്ക് ഒരേ സ്വഭാവമുണ്ട്. എന്താണ്? മേലാളന്മാരായ എപ്പിസ്കോപ്പേറ്റ്, മേലാളന്മാരായ മാർപ്പാപ്പിയെയോ മെത്രാൻ സെനഡിനെയോ അനുസരിക്കില്ല. അതാണ് ഞങ്ങള് മേലാളന്മാരോട് ഐക്യപ്പെട്ടവരാണെന്ന് കരുതരുത്. അതിന് ഞങ്ങളും പറയണേ. മേലാളനായ മാർപ്പാപ്പയോട് ഐക്യപ്പെടാത്തവരെയാണ് ശീഷ്മക്കാരെന്ന് പറയണേ. അതാണ് മുന്നേറ്റക്കാരും ഈ വിമത വൈദികരും. ഇത് തന്നെ ഞങ്ങൾ പറയണേ. മേലാളനായ മാർപ്പാപ്പയോട് ഐക്യപ്പെട്ടവരല്ല ഞങ്ങളെന്നാണ് മുന്നേറ്റക്കാർ പറയണേ. ഇത് തന്നെ ഞങ്ങളും പറയണേ. എന്താണ് കാരണം? നിങ്ങൾക്ക് അടിമകൾക്ക് ഒരേ സ്വഭാവമുണ്ട്. നിങ്ങൾ പിശാചിന്റെ അടിമകളാണ്. പിശാചിന്റെ അടിമകൾക്ക് ഈ പത്രോസാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ട ആ സഭയോട് വിധേയപ്പെടാൻ കഴിയില്ല. നരകശക്തികൾ ഈ പത്രോസിന്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടാൻ ശ്രമിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നടക്കില്ല, പ്രബലപ്പെടുകില്ല, പക്ഷെ ശ്രമിക്കും. ആ ശ്രമമാണ് ഇപ്പോൾ മുന്നേറ്റക്കാർ നടത്തിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ പിശാചുകളുടെ അടിമയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരേ സ്വഭാവം. വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും ഒരേ സ്വഭാവമുള്ളത് നിങ്ങൾ പിശാചുകളുടെ അടിമയായതുകൊണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മേലാളനായ മാർപ്പാപ്പയോട് വിധേയപ്പെടാൻ നിങ്ങൾക്ക് കഴിയാത്തത്. ഇത് നിങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കുക. ഗംഭീരായിരിക്കുന്നു. മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കിളിൽ മറ്റൊരു വാചകം പറയട്ടെ ഞാൻ. വിവിധങ്ങളായ ആഘോഷ ശൈലികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. FD 27 രേഖയാണ്.
ആ മാർപ്പാപ്പ തന്നെയാണ് 4 പ്രാവശ്യം, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് 4 പ്രാവശ്യം ഈ മുന്നേറ്റക്കാരോടും വിമതരോടും ഏകീകൃത കുർബാന ചൊല്ലാൻ നേരിട്ട് ആവശ്യപ്പെട്ടത്. മനസ്സിലായ? വിവിധ ആഘോഷ ശൈലികൾ വേണം വിവിധ സഭകളില്. അല്ല ഒരു സഭയിൽ തന്നെ 100,000 വേണമെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. ഈ മാർപ്പാപ്പയെ കോട്ട് ചെയ്യാൻ ഇവർക്ക് നാണാവില്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പയെ കോട്ട് ചെയ്യാൻ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് 4 പ്രാവശ്യം. അപ്പൊ നിങ്ങൾ പറയും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന്. നിങ്ങൾ അങ്ങനെ പറയുന്നതിലും അതൊന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങൾ വേറെ വിഷം കടിച്ച് ചാവുകയാണ്. ഒരു കത്തോലിക്ക സഭയെ മൊത്തം നാറ്റിക്കാൻ നടക്കേണ്ട കാര്യമില്ല. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു. എന്തൊരു ഒരു ഉളുപ്പിലാണങ്ങ് പറയാണ്. എന്നിട്ട് ആ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചത് മാർപ്പാപ്പ തന്നെയാണ് നിങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോ. അപ്പൊ ഇപ്പൊ തെറ്റിദ്ധാരണയില്ല. മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കിളിൽ നിന്ന് വീണ്ടും. അതിനാൽ സിനഡാനന്തര പത്രക്കുറിപ്പിലെ ഈ വാചകം ഒരു സിനഡൽ സഭയുടെ ശൈലിക്കും രീതിക്കും യോജിച്ചതല്ല. സിനഡോൺ സിനഡാലിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാതെ സഭ പിരിഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വെല്ലുവിളിയാണെന്നും ഐക്യമുണ്ടാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ വൈവിധ്യങ്ങളുടെ നൈസർഗിക സംയോജനം നിയമാനുസൃതം സാധ്യമാക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. വൈവിധ്യങ്ങളുടെ നൈസർഗിക സംയോജനം നിയമാനുസൃതം സാധ്യമാക്കണം. ഈ വാക്കുകളുടെ അർത്ഥം മുന്നേറ്റക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ? നിയമാനുസൃതമാക്കിയ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വൈവിധ്യങ്ങളുടെ നൈസർഗികം, സഹജമായത് എന്ന് വെച്ചാൽ ഓർഗാനിക്, ജൈവികം എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്ലാവിന്മേൽ മാവ് ഒട്ടിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. ഒട്ടുപ്ലാവ് ഉണ്ടാകാം, ഒട്ടുമാവ് ഉണ്ടാകാം. പ്ലാവും മാവും കൂട്ടി യോജിപ്പിച്ച് ശരിയാകുമോ? അത് നൈസർഗികമല്ല, ജൈവികമല്ല. ലത്തീൻ സഭയിലെ പാരമ്പര്യവും പൗരത്വ സഭയുടെ പാരമ്പര്യവും ഇങ്ങനെ സംയോജിപ്പിച്ചാൽ അത് നൈസർഗികമല്ല, ജൈവികമല്ല, ഓർഗാനിക് അല്ല, ആർട്ടിഫിഷ്യൽ ആണ്. അപ്പൊ ഈ നൈസർഗിക സംയോജനം നിയമാനുസൃതം വേണമെന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്നത് അത് ഗംഭീരമാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനാഭിമുഖ കുർബാന എന്ന ഇല്ലിസിറ്റ് കുർബാന അനുവദിച്ച് തരണമെന്നാണ്. അത് നടക്കില്ല. നൈസർഗിക എന്ന വാക്കിന് അതല്ല അർത്ഥം. അതുകൊണ്ട് ഡിക്ഷണറിക്ക് ഒന്ന് വായിച്ചിട്ട് ഈ പത്രക്കുറിപ്പ് പ്രസിദ്ധപ്പെടുത്തുകയാണ് നല്ലത്. കേൾക്കുന്ന എല്ലാവരും തന്നെ പൊട്ടന്മാരാണ് എന്ന് വിചാരിക്കരുത്. ഈ പൗരസ്ത്യ പാരമ്പര്യവും പാശ്ചാത്യ പാരമ്പര്യവും ഇങ്ങനെ സംയോജിപ്പിച്ചാൽ അത് ഏച്ചുകെട്ടലാണ്. നൈസർഗികമാകണമെങ്കിൽ പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യം പൗരസ്ത്യ സഭയിൽ ഉണ്ടാകണം, പാശ്ചാത്യ സഭയിലെ പാരമ്പര്യം പാശ്ചാത്യ സഭയിൽ ഉണ്ടാകണം. രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ശരിയാകില്ല. പിന്നെ നിയമാനുസൃതം എന്ന് വെച്ചാൽ സഭ അംഗീകരിക്കണം. സഭ അംഗീകരിച്ചിട്ടില്ല നിങ്ങളുടെ ഈ ഇല്ലിസിറ്റ് കുർബാന. ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന് പറയുന്ന പോലെയായി മുന്നേറ്റക്കാരന്റെ പ്രസംഗം. ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം തെറികളാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്, എന്തെല്ലാം തെറികളാണ്. ഇപ്പൊ അദ്ദേഹത്തെ വിശുദ്ധനാക്കാൻ ശ്രമിക്കുകയാണ്. എന്താ കാര്യം? ഇവരുടെ നേട്ടം, ഇവരുടെ താൽക്കാലിക നേട്ടം, അതല്ലാതെ മറ്റൊന്നുമില്ല. താരത്തിന് തരം വാക്ക് മാറ്റി പറയുന്ന, നാടൻ ഭാഷയിൽ തെറിയാണ് പറയാ. അത് പറയുന്നത് സഭ്യമായ ഭാഷയാകാത്തോണ്ട് ഞാൻ പറയുന്നില്ല. തരത്തിന് തരം വാക്ക് മാറ്റുന്ന, വാക്കിന് വ്യവസ്ഥയില്ലാത്ത, അത് ബാക്കിയുള്ള നിങ്ങൾ പൂരിപ്പിച്ചോളൂ. അങ്ങനെയുള്ളവരാണ് അവര്. ഈ നൈസർഗിക സംയോജനം നിയമാനുസൃതം വേണം എന്നുള്ളതിന് എന്നിട്ട് കൺക്ലൂഷൻ പറയാണ്. അതിനായി ജനാഭിമുഖ കുർബാനയെ ഒരു നിയമാനുസൃത വേരിയന്റായും സമ്പൂർണ്ണ കിഴക്ക് നോക്കിയ കുർബാനയെ മറ്റൊരു നിയമാനുസൃത വേരിയന്റായും അംഗീകരിക്കാനുള്ള ക്രൈസ്തവ ധീരത കാണിക്കാൻ സിനഡ് തയ്യാറാവണമെന്ന് മൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു. കാര്യം മനസ്സിലായോ? ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളിയിലൊക്കെ മുഴുവൻ കിഴക്കോട്ട് നോക്കിയും എറണാകുളത്ത് ഈ ജനാഭ്യൂഹം അനുവദിക്കണം. ഇതാണ് അവരുടെ വ്യവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലായ? ഓടുന്ന പട്ടിക്ക് ഒരു പഴം മുമ്പേ എറിയാന്ന് പറഞ്ഞ കാര്യം മനസ്സിലായ? ഇവിടെ ഉത്തരം കിട്ടി. എന്താണ്? ഈ സിനഡാനന്തര സർക്കിളിന്റെ പേരും പറഞ്ഞ് ഇപ്പോ ഈ ഉച്ചയുറക്ക ഏകീകൃത കുർബാന ചൊല്ലുന്ന പള്ളികളിലും അത് നിർത്തലാക്കും. വീണ്ടും എല്ലാവരുടെയും ജനാഭിമുഖം വരും. ഇത് കൊണ്ടുവരാനായിട്ടുള്ള തൊടുന്യായമാണ് ഈ മെത്രാന്മാരുടെ സർക്കുലർ. ഈ സർക്കുലർ ഞങ്ങൾ വിയോജിക്കുന്നു, ഞങ്ങൾ നടപ്പാക്കില്ല. ഇപ്പോൾ ഉള്ള കുർബാനകളും ഞങ്ങൾ നിർത്തലാക്കും. ഈ പേരും പറഞ്ഞ് നിർത്തലാക്കുക. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്രയോ വീഡിയോസിൽ പറഞ്ഞു, ഈ സിനഡ് കഴിയുന്നത് വരെ ചില പള്ളികളൊക്കെ ഏകീകൃത കുർബാന ചൊല്ലും, ഉച്ചയോർക്ക കുർബാന ചൊല്ലും. എന്തിനാ? സിനഡില് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, മെത്രാന്മാരെ കബളിപ്പിക്കണം, പറ്റിക്കണം. എല്ലാം ശാന്തമായി, എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇപ്പൊ അങ്ങനെ തോന്നുകയാണ്. ഇപ്പം പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഈ സമരം ചെയ്യാൻ പോലും ആളുകളില്ല. അപ്പോൾ വീണ്ടും ജനാഭിമുഖ കുർബാന എല്ലാ പള്ളികളിലേക്കും കൊണ്ടുവരാം.
അതാണ് കാര്യം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ സിനഡാനന്തര സർക്കിളിലെ ഒരു ഭാഗം മുന്നേറ്റക്കാർക്ക് ഒട്ടും ദഹിക്കുന്നില്ല, വിമതർക്കും ദഹിക്കുന്നില്ല. സീറോ മലബാർ സഭ ഒരു തികഞ്ഞ പൗരത്വ സഭയാണെന്നും പുരാതനമായി അതിന്റെ പൈതൃകങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് സാർവത്രിക സഭയിൽ അതിന്റെ ദൌത്യം നിറവേറ്റേണ്ടതെന്നുമുള്ള ബോധ്യത്തിൽ നാം വളരേണ്ടതുണ്ട്. ഇത് അവർക്കൊട്ടും ദഹിക്കില്ല. പൗരത്വ സഭകളുടെ ജൂബിലി മത്സരത്തിൽ ലയോ മാർപ്പാപ്പ ഇങ്ങനെ പ്രകാരം പറഞ്ഞു: പൗരത്വ സഭകൾക്ക് സാർവത്രിക സഭയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ വളരെ വലുതാണ്. നിങ്ങൾ ആരാധനക്രമത്തിൽ സജീവമായി നിലനിൽക്കുന്ന ദിവ്യ രഹസ്യാത്മകതയുടെ ഭാവങ്ങൾ വീണ്ടെടുക്കേണ്ടത് ഈ കാലയളവിന്റെ ആവശ്യമാണ്. ഇത് അവർക്ക് ഒട്ടും ദഹിക്കില്ല. പൗരസ്ത്യ ആരാധനക്രമങ്ങൾ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ചെയ്യണം. ദഹിക്കില്ല. പ്രായോഗികതയുടെയോ സൗകര്യത്തിന്റെയോ പേരിൽ അവയെ നഷ്ടപ്പെടുത്തരുത്. മാർപ്പാപ്പയുടെ വാക്കുകളാ. ഇനി ഇവര് ലയോ മാർപ്പാപ്പന്റെ തെറി പറയാൻ തുടങ്ങും, അദ്ദേഹം മരിക്കുന്നത് വരെ. നമ്മുടെ സഭയുടെ പൗരസ്ത്യ തനിമയും ആരാധനക്രമത്തിന്റെ വൈശിഷ്ട്യവും പഠിക്കാൻ നാം തയ്യാറാകുമ്പോൾ ഐക്യശ്രമങ്ങൾ ഫലവത്താകും. ഇത് തട്ടിൽ പിതാവ് എഴുതിയിരിക്കുന്നതാണ്. ഇത് അവരോട്, ഈ മുന്നേറ്റക്കാരോടും വിമത വൈദികരോടും പറയൂ. നമ്മുടെ സഭയുടെ പൗരസ്ത്യ തനിമയും ആരാധനക്രമത്തിന്റെ വൈശിഷ്ട്യവും പഠിക്കാൻ അതിന് വളരെ നല്ലതാണ് മാണിപ്പറമ്പിലച്ചന്റെ വീഡിയോസ്. ലിറ്റർജിയെക്കുറിച്ച് ജനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ മുന്നേറ്റക്കാരും പിന്നെ വിമത വൈദ്യരും പഠിച്ചാൽ അവര് ഈ ഐക്യശ്രമങ്ങൾ ഫലവത്താകും. അതിനാൽ മാണിപ്പറമ്പിലച്ചന്റെ വീഡിയോ കാണൂ എന്നുകൂടി എഴുതി വെക്കണം. ഈ ലിറ്റർജിക്കൽ വേരിയന്റ് നടപ്പില്ല എന്ന് റോമിൽ നിന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ പിന്നെയും ഇതിങ്ങനെ ഇങ്ങനെ കൊണ്ടുവരിക. ജനാഭിമുഖം ഇപ്പോഴും ഇല്ലിസിറ്റ് ആണ്, നിയമാനുസൃതമല്ല. അതിൽ ലിസിറ്റ് ആക്കിയിട്ടില്ല. അത് സീറോ മലബാർ സഭയുടെ കുർബാനയുമല്ല. അതിൽ പങ്കെടുത്താൽ സഭയുടെ കുർബാന പങ്കെടുക്കുന്നത് പോലെ ആകില്ല. കുർബാനക്കടം തീരുമെന്ന് തട്ടിലും പാമ്പളാനും വെറുതെ പറഞ്ഞാലൊന്നും കുർബാനക്കടം തീരില്ല. പിന്നെ അങ്ങനെ കുർബാനക്കടം അല്ല അത്. അപ്പൊ ചോദിക്കും, ലത്തീൻ സഭയിലെ ജനാഭിമുഖം ലിസിറ്റ് ആണല്ലോ. അതെ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് പത്രോസിനെ കൈമാറിയിരിക്കുന്നത്. പത്രോസിന്, സഭയ്ക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോല്. സഭ ചിലത് അടയ്ക്കും, ചിലത് തുറക്കും. ലത്തീൻ സഭയില് തുറന്നിട്ടൊന്നുമില്ല, എന്നാലും അങ്ങനെ വന്നിരിക്കുന്നു. ജനാഭിമുഖം ലിസിറ്റായി പോയിക്കൊണ്ടിരിക്കണം. അത് ഔദ്യോഗികമായി അംഗീകരിച്ചൊന്നുമല്ല. പക്ഷെ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിൽ ലോകം മുഴുവൻ അങ്ങ് വന്നു. തിരുത്താനായിട്ട് അത്ര എളുപ്പമല്ല. ഒരു 5 മില്യൺ ഇല്ലാത്ത നമ്മുടെ സഭയിൽ തിരുത്താൻ കഴിയുന്നില്ല. പിന്നെയാണോ 140 കോടിയുള്ളടത്ത് തിരുത്തണേ? മനുഷ്യർക്ക് ബോധമില്ല, വൈദികർക്ക് അതിനേക്കാളും ബോധമില്ല. അപ്പൊ എങ്ങനെ തിരുത്തും? ഈ തങ്ങൾ ജനിച്ച അന്ന് തൊട്ട് കണ്ട കുർബാനയാണ് ശരിക്കുള്ള കുർബാന എന്ന് വിചാരിച്ചിരിക്കുക. ചരിത്രോ ദൈവശാസ്ത്രോ ലിറ്റർജിയോ ഒന്നും പഠിക്കില്ല. എന്നിട്ട് തങ്ങൾ കണ്ടതാണ് ശരിയെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ ഇതൊരു സത്യമാണ്. പഠിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചുപേരൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും ഇല്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ കണ്ടതാണ് ശരി എന്നുള്ള മട്ടിലിരിക്കുക. സഭയുടെ ചരിത്രോ ലിറ്റർജിയുടെ ചരിത്രോ ദൈവശാസ്ത്രോ സുവിശേഷങ്ങളുടെ ചരിത്രോ ഇതൊന്നും തന്നെ പഠിക്കാൻ നേരമില്ല. അപ്പോ ലത്തീൻ സഭയിൽ ലിസിറ്റ് ആണ് എന്ന കാര്യം സീറോ മലബാർ സഭയിൽ ആകണമെന്നില്ല. സീറോ മലബാർ സഭയിൽ അത് ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സഭയുടെ കയ്യിലുണ്ട്. കർത്താവിന്റെ കയ്യിലല്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സഭയുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വീണ്ടും മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കിളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ആരാധന ശൈലി ഐക്യമല്ല ഭിന്നതയാണ് സൃഷ്ടിക്കുന്നത് എന്നത് സിനഡ് മെത്രാന്മാർ മറന്നു പോകരുതെന്നും അൽമായ മുന്നേറ്റം അതിരൂപ സമിതി ഓർമ്മിപ്പിച്ചു. ഈ അവസാന വാക്യം മുന്നേറ്റക്കാരുടെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എറണാകുളത്തിന് ചാർജുള്ള 2 മെത്രാപ്പോലിത്തമാര് വത്തിക്കാൻ അറിയിച്ച നുണയിൽ നിന്ന് പകർത്തിയതാണ്. എന്താണ് ഈ നുണ? വത്തിക്കാൻ അറിയിച്ചിരിക്കുന്ന നുണ, ഇത് ഇങ്ങനെ പറ്റൂ, ഇല്ലെങ്കിൽ ഈ സഭ പിളരും. പച്ച നുണയാണത്, കല്ലുവെച്ച നുണ. ഇത് ഇങ്ങനെയല്ല എങ്കിൽ സഭ പിളരും എന്ന് പറഞ്ഞ ഒരു നുണ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അതവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുക. ആ നുണ അങ്ങനെ തന്നെ ആവർത്തിച്ചിരിക്കുക. അടിച്ചേൽപ്പിക്കുന്ന ആരാധന ശൈലി ഐക്യമല്ല ഭിന്നതയാണ് സൃഷ്ടിക്കുക, സഭ പിളരും, ഏകം സ്വതന്ത്ര സഭയുണ്ടാകും. ഇങ്ങനെ പേടിപ്പിച്ചിട്ടാണ് ഈ സമവായമൊക്കെ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് അംഗീകാരം കിട്ടിയിട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ചർച്ചകളിൽ വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന നുണ അങ്ങനെ തന്നെ പകർത്തിയിരിക്കുക. ഈ നുണ കുറെ മെത്രാന്മാർ വിശ്വസിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ വിശ്വസിക്കാൻ നല്ലതെന്ന് വിചാരിക്കണം. എന്താ കാര്യം? അല്ലെങ്കിൽ അവര് തലവെച്ച് കൊടുക്കണം. എന്തിനാണ് തലവെച്ച് കൊടുക്കണേ? ഇത്രയും നല്ല രൂപതകളില് അല്ലേ സുഖസൗകര്യങ്ങളായി ജീവിക്കുമ്പം എന്തിനാണ് എറണാകുളത്ത് പോയി തലവെച്ച് കൊടുക്കണേ എന്ന് അവര് വിചാരിക്കുന്നുണ്ടാകാം. ഞാൻ വിചാരിക്കണം അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. ഞാൻ വീണ്ടും പറയാൻ ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ ജനങ്ങളുടെ വിചാരം അങ്ങനെയാണ്. കാരണം അത്രമാത്രം കുത്തഴിഞ്ഞ ഒരു അവസ്ഥയാണ് സീറോ മലബാർ സഭയിൽ ഇപ്പൊ നടക്കുന്നത്. എറണാകുളത്തും ഏകീകൃത കുർബാന വേണമെന്നത് മാർപ്പാപ്പയുടെ അന്തിമ തീരുമാനമാണ്. അത് മുന്നേറ്റക്കാർക്ക് ഒട്ടും ദഹിക്കണില്ല. അതാണ് പ്രശ്നം.
അപ്പോ ഈ ഇപ്പം നിലനിൽക്കുന്ന ഏകീകൃത കുർബാന നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊടുന്യായമാണ് സിനഡാനന്തര സർക്കുലറിന് എതിരായിട്ട് ഒരു പത്രപ്രസ്താവന. ഇനി അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് കേൾക്കുന്ന പാടെ കുറച്ച് വിമത വൈദികരെ ഏകീകൃത കുർബാന ഇല്ലാണ്ടാക്കും. 2 പേരുള്ളൂ, 5 പേരുള്ളൂ, 10 പേരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് കുർബാന ഇല്ലാണ്ടാക്കും. വീണ്ടും എല്ലാവരുടെയും ജനാഭിമുഖം എന്ന ഇല്ലിസെറ്റ് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ കുറെ നാൾ പോയി കഴിയുമ്പോൾ 10 കൊല്ലം പോട്ടെ, 15 കൊല്ലം പോട്ടെ എന്നാണ് മെത്രാന്മാര് തന്നെ പറയണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു മെത്രാൻ തോന്നും ഇത് വീണ്ടും കൊണ്ടുവരണം തോന്നും. അപ്പോഴേക്കും ഈ വിമതന്മാരും മുന്നേറ്റക്കാരും ശക്തി പ്രാപിച്ചിരിക്കും. കാരണം ഈ പണം ഇങ്ങനെ എടുക്കുകയാണല്ലോ പള്ളികളിൽ നിന്ന്. സത്യവിശ്വാസികളാണെങ്കിൽ ഒരുമയില്ലാതെ ചിഹ്ന ഭിന്നമായി നിൽക്കുന്നു. അപ്പൊ വീണ്ടും പ്രശ്നങ്ങളാകും. ഇങ്ങനെ ഒരു 100 കൊല്ലം കൂടി ഇങ്ങനെ പോകാം എന്നവർ വിചാരിക്കുന്നുണ്ടാകും. 60 കൊല്ലം കഴിഞ്ഞല്ലോ, ഇനി ഒരു 40 കൊല്ലം കൂടി ഇങ്ങനെ തന്നെ പോകാം. ഈ 40 കൊല്ലം കൊണ്ട് കിട്ടാവുന്നത്തോളം പണം അടിച്ചു മാറ്റാം. പിന്നെ മേജർ ആർച്ച് ബിഷപ്പിന്റെ മുകളിലായിട്ട് ഭരണം നടത്തുന്ന ഒരു അൽമായ മുന്നേറ്റം അത് കൊണ്ട് നടക്കാം. അതിനൊക്കെ നേട്ടങ്ങളുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിന്റെ മുകളിലാണ് ഈ സർക്കുലർ ഇറക്കണേ. മേജർ ആർച്ച് ബിഷപ്പ് മുകളിൽ ഒരു അൽമായ മുന്നേറ്റക്കാരൻ. എന്താ അധികാരം? അപ്പൊ ഇതിന് ഈ ഭൗതികമായ അധികാരം, പണം, പിന്നെ അതിനോട് ചേർന്ന് വരുന്ന മറ്റു ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇതുമായിട്ട് ഒരു 10-40 കൊല്ലം ഇങ്ങനെ കഴിയാം, മരിക്കുന്നവരെങ്കിൽ ജീവിക്കാം എന്നുള്ളതാണ് അവരുടെ നേട്ടം. അതിനാണ് ഈ സിനഡാനന്തര സർക്കിളിനോട് വിയോജിപ്പ് എന്ന് പറഞ്ഞിട്ട് മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കിളിൽ ഇറക്കിയിരിക്കുന്നത്. ആത്യന്തിക ലക്ഷ്യം ഈ അരാജകത്വം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അരാജകത്വം ശാശ്വതമാക്കണം. അതിന് കുടപിടിക്കാനായിട്ട് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലീത്തയും അവരെ സഹായിക്കാനായിട്ട് മറ്റു കുറെ മെത്രാന്മാരുമുണ്ട്. ഇത് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പരാജയമാണ്. എങ്കിലും ഇതിനെയൊക്കെ തകിടം മറിക്കുന്ന തരത്തിൽ കർത്താവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങള് നിങ്ങൾക്ക് വേണേ പറയാം മണ്ടന്മാരായ വിശ്വാസികൾ. പക്ഷെ ആ മണ്ടന്മാരായ വിശ്വാസികൾ വിശ്വസിക്കുന്നത് കർത്താവിന്റെ ഒരു ഇടപെടല്, ഇതിനെല്ലാം തകിടം മറിക്കുന്ന ഒരു ഇടപെടല് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാപങ്ങളും പ്രാർത്ഥനകളും കർത്താവിന് മുമ്പിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.